ഇയാളെ പറ്റി നിനക്കറിവുണ്ടോ? നീ എന്താണ് ഇദ്ദേഹത്തെ പറ്റി പറയുന്നതെന്നും അല്ലാഹുവിന്റെ ഹബീബിനെ കാണിച്ചുകൊണ്ട് നിങ്ങളോടും എന്നോടും ചോദിക്കുമ്പോൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെച്ച് ഏത് വിഷയം വരുമ്പോഴും അല്ലാഹുവിന്റെ ഹബീബിനിക്ക് എന്നെ കൊണ്ട് നൊമ്പലമായി പോകരുത്, ആ വിശുദ്ധ മദീനയിൽ എന്നെ കണ്ടിട്ട് ബേജാറാകാൻ പാടില്ല, എന്റെ എല്ലാ വിഷയങ്ങളും നിരന്തരം അല്ലാഹു കാണുന്നുണ്ട്, അല്ലാഹുവിന്റെ ഹബീബിനിക്ക് അല്ലാഹു കാണിച്ചു കൊടുത്തിട്ട് കാണുന്നുമുണ്ട്. രണ്ടാളും കാണുന്നു, പക്ഷേ അല്ലാഹുവിന്റെ കാണൽ സ്വന്തമായിട്ടാണ്. അല്ലാഹുവിനിക്ക് മറ്റൊരാൾ ആവശ്യമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നുണ്ട്. അതെങ്ങനെ അല്ലാഹു കാണിച്ചു കൊടുത്തിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഖുലി അമലൂ ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു, നിങ്ങൾ അമല് ചെയ്തോളി, നിങ്ങളെ അമലുകൾ, പ്രവർത്തനങ്ങൾ, കാര്യങ്ങള് അല്ലാഹു കാണുന്നുണ്ട്. ഓ റസൂലുഹു, അല്ലാഹുവിന്റെ റസൂലും കാണുന്നുണ്ട്. ഈ ഓർമ്മയോടുകൂടി ജീവിച്ച് കഴിഞ്ഞത്ര സലാത്ത് സമയം കിട്ടുമ്പോഴെല്ലാം ചൊല്ലിവെച്ച് ഒറ്റക്കിരിക്കുമ്പോഴും നടന്നു പോകുമ്പോഴും അങ്ങാടിയിൽ കച്ചവടത്തിരിക്കുമ്പോഴും ഏത് സമയത്തും അവന്റെ നാവതാ സലാത്ത് കൊണ്ട് ചലിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കൊണ്ടു നടന്ന ആണാണോ പെണ്ണാണോ, SYS-കാരനാണോ, മുസ്ലിം ജമാഅത്തുകാരനാണോ, ജമിയത്തുൽ മുഅല്ലിമീനാണോ, SMA ആണോ, അല്ലെങ്കിൽ മറ്റേത് സംഘാടകനാവട്ടെ, ഇവന്റെ ഖൽബിന്റെ ഉള്ളിലും നാവിലും അല്ലാഹുവിന്റെ ഹബീബുണ്ടോ? ഉണ്ടെങ്കിൽ ആ ഖബർ വെച്ച് ഈ മുഖം കാണുമ്പോ തന്നെ വഅസ്സന ബിക ലം തറകതു ഐനി وأجمل منك لم تلد النساء خلقت مبرأ من كل عيب كأنك قد خلقت كما تشاء എന്ന് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പാടിയ ആ ലോകത്തൊരു മുഖത്തെയും അങ്ങനെ അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ല. ആ മുഖം ദുനിയാവിലെപ്പോഴും ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണോ ഖബറിലെത്തിയത്? ആ റസൂലുള്ളാഹിനെ കാണുമ്പോൾ വളരെ സന്തോഷത്തോടെ, വളരെ അഭിമാനത്തോടുകൂടി, അതിനേക്കാൾ അപ്പുറം ഒരു സന്തോഷം ഒരു മുഅ്മിനായ മനുഷ്യനിക്ക് ദുനിയാവിലും ആഖിറത്തിലും വരാനില്ല. ആ സന്തോഷിക്കുന്ന മുഖം കാണുമ്പോൾ അവൻ പറയുന്നു, ഹദാ മുഹമ്മദുർ റസൂലുള്ളാഹി ഹുവ സയ്യിദുനാ വ ഹബീബുനാ വ മൗലാനാ. ഇത് മുഹമ്മദുർ റസൂലുള്ളാഹിയാണ്, ഞങ്ങളുടെ നേതാവാണ്, ഞങ്ങളെ ഹബീബാണ്. ഞങ്ങൾ ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലിവെച്ച് ഞങ്ങൾ ഇങ്ങനെ മദ്ഹ് പാടുകയും പറയുകയും കേൾക്കുകയും ചെയ്ത ഞങ്ങളെ കരളിന്റെ കഷ്ടമായ, ഞങ്ങളെ എല്ലാം ആയ മുഹമ്മദുർ റസൂലുള്ളാഹിയാണ്. അല്ലാഹു ആ കൂട്ടത്തിൽ സാധുക്കളായ പാവങ്ങളായ ഈ മജ്ലിസ് സംഘടിപ്പിച്ച് ഇതിനു വേണ്ടി ഒരുക്കുക, ആണ് പെണ്ണ് ചെറുത് വലുത്, അതോടെ നമ്മളോട് ബന്ധപ്പെട്ടവരെല്ലാം ആ ഖബറിൽ വെച്ച് മറുപടി പറയുന്ന കൂട്ടത്തിൽ അല്ലാഹു പെടുത്തി തരട്ടെ. അപ്പോൾ അല്ലാഹുവിന്റെ മലക്കുകൾ നമ്മളോട് പറയും. ഉമ്മമാര് കേൾക്കുന്നുണ്ടോ? ഇതെല്ലാവരും മനസ്സിൽ ഓർമ്മ വേണം. എനിക്ക് ഖബറിൽ ഇങ്ങനെ ഒരു ചോദ്യം വരുന്നുണ്ട്. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആളായിട്ട് ജീവിച്ചാലേ എനിക്ക് കാണുമ്പോൾ പരിചയപ്പെടൂ,
അല്ലെങ്കിലുള്ള മറുപടി ഞാൻ പറയുന്നുണ്ട്. ഈ സമയത്ത് അല്ലാഹുവിന്റെ മലക്ക് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് മറുപടി പറയുമ്പോൾ അല്ലാഹുവിന്റെ മലക്ക് പറയും നം കനൗമത്തിൽ അറൂസ്, ഇനി നിനക്ക് ഈ സമയം മുതൽ നല്ല സന്തോഷത്തിൽ റാഹത്തിലുള്ള ജീവിതമാണ്. ഒരു പുതിയാപ്പള ആദ്യ ദിവസം പുതിനാരി പെണ്ണിന്റെ അടുക്കൽ താമസിക്കുന്ന അവന്നാ ദിവസം എന്താണ് അവർ രണ്ടാളെ സന്തോഷത്തിനൊരു പരിധിയില്ല. മാസങ്ങളോളം കൊല്ലങ്ങളോളം നോക്കി ഉറപ്പിച്ചു വെച്ചൊരു പെണ്ണ് ദിവസങ്ങളോളം കാത്തു നിന്ന ആ ഭാര്യയും പുരുഷൻ, ആ പുരുഷനും ഭാര്യയും സ്ത്രീയും, ആ ഭാര്യ ഭർത്താവ് ഹലാലായ നിലക്ക് ഒരുമിച്ച് കൂടുമ്പോൾ അവരെ സന്തോഷത്തിന് ഒരു കണക്കില്ലേ ഇല്ല. അതാണ് നംകനൗമത്തുൽ അറൂസ്. നീ കണക്കില്ലാത്ത നിഅമത്തിലും സന്തോഷത്തിലും റാഹത്തിലുമായി ഈ ഖബർ എന്ന് പറയുന്ന മണിയറയിൽ സ്വർഗ്ഗത്തോപ്പിൽ നീ സുഖിച്ചോ. നിനക്കിനി ദാഹമില്ല, നിനക്കിനി വിഷമമില്ല, നിന്റെ ശരീരം മണ്ണ് തിന്നില്ല, നിന്നെ പശുക്കൾ കടിക്കില്ല, പാമ്പുകൾ തൊടില്ല. നീ സൗകര്യത്തോടുകൂടി സൗന്ദര്യത്തോടുകൂടി സുഖസന്തോഷത്തോടെ ഈ ഖബറിൽ ജീവിച്ചോ. അല്ലാഹ് ആ മറുപടി പറയും കേൾക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാഹ്. കഴിഞ്ഞില്ലേ മുഅ്മിനീങ്ങളെ? അതല്ലേ നമ്മൾ ജീവിക്കുന്ന, അതിനല്ലേ. അങ്ങനെ ഒരു ഖബറും ചോദ്യവും വരുന്നില്ലെങ്കിൽ എന്തിനു പള്ളി, എന്തിനു നിസ്കാരം, എന്തിനു ജമാഅത്ത്, എന്തിനു സുന്നി സമാജ സംഘടനയുടെ പ്രവർത്തനം, എന്തിനാണ്? നമുക്കൊരു ലക്ഷ്യം അവിടെയുണ്ട്. നമ്മൾ ദിവസം എണ്ണിക്കൊണ്ടിരിക്കുന്നത് അവിടത്തേക്കാണ്. ഇനി ഇങ്ങോട്ടല്ല, അങ്ങോട്ടാ പോണത്. മനസ്സിലാകുന്നില്ലേ? ചെറുപ്പക്കാര് ദീനിലെ മക്കളെ, അങ്ങനെ ഒരു ഖബർ, അങ്ങനെ ഒരു ചോദ്യോത്തരം, അങ്ങനെ ഒരു മറുപടി നമുക്ക് പറയാൻ കഴിയണം. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരെ, അതിനാണ് നിങ്ങൾ സുന്നി സംഘടനയിൽ പ്രവർത്തിക്കുന്നത്. പ്രസിഡന്റ് ആവാനും സെക്രട്ടറി ആവാനും സ്ഥാനം കിട്ടാനും ഒരു മുസീബത്തിനും വേണ്ടിയിട്ടും ആവല്ല. അവിടത്തേക്ക് എത്താനുള്ള വഴികൾ, അതിന്റെ റൂട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കി തരലാണ് സുന്നത്ത് ജമാഅത്തിന്റെ സംഘടന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ KCF-ന്റെ പരിപാടി അടിയാർ കണ്ണൂരിൽ നടന്നപ്പോൾ ഞാൻ അവിടെ അതാ പറഞ്ഞു. ഞാൻ KCF-ന്റെ ആളാണ്, മറ്റേ എന്റെ ആളാണ് എന്ന് പറഞ്ഞ അഡ്രസ്സിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിച്ചാൽ പോയി. ഒരു സ്ഥാനവും ഒരു മാത്തും ഇതിൽ ആഗ്രഹിക്കാനേ പാടില്ല. ബഹുമാനപ്പെട്ട ശൈഖുനാ സയ്യിദുൽ ഉലമ മാണി ഉസ്താദ് അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുത്തു ഒരുപാട് കാലം നമുക്ക് തണലായി അല്ലാഹു നിലനിർത്തി തരട്ടെ. ഞാൻ ഈ പരിപാടി ഏൽക്കുന്നത് തന്നെ നമ്മൾ ഈ മൊയിലാര് വിളിച്ചു, അബ്ദുറഹ്മാൻ മുസ്ലിയാർ വിളിച്ചു. ആരാ നിങ്ങൾ നോച്ചു? അപ്പൊ പറഞ്ഞു മാണി ഉസ്താദിന്റെ മോൻ കുടുങ്ങി. അതോടുകൂടി കുടുങ്ങി. പിന്നെ അയാൾ പറഞ്ഞു മാണി ഉസ്താദിന്റെ മോൻ എന്തിനാ മൂപ്പർക്ക് അറിയും. മാണി ഉസ്താദ് പറഞ്ഞാലേ ഈ പരിപാടിക്ക് വരും. അല്ലെങ്കിൽ രാത്രി ഞാൻ മഗ്‌രിബിന്റെ ശേഷം തുടങ്ങിയിട്ട് നേരത്തെ അറിയുന്ന ആളുകളാണ്. തുടങ്ങിയിട്ട് 9 മണിയാകുമ്പോൾ കലാശം. ഒരു 6-7 മണിക്ക് തുടങ്ങി 8-9 ആകെ പരിപാടിക്ക് മാത്രമേ പോകുന്നുള്ളൂ, അല്ലാതെ എപ്പോഴും പോകുന്നില്ല. അതാ മണി ഉസ്താദ് പറഞ്ഞു. പിന്നെ അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിരുന്നു,
അപ്പം പറഞ്ഞു മകരിന് ശേഷം ഒരു അസ്മാഉൽ ഹുസ്ന ചെല്ലാനുള്ള സമയമുള്ളൂ, അത് ചെല്ലി ഉടനെ എന്താക്കാം, നമുക്ക് തുടങ്ങാം. അപ്പൊ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. കാരണം ഒന്നാമതായി മാണി ഉസ്താദ് അങ്ങനെയാണല്ലോ, അങ്ങനെയുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞേക്കുമ്പോൾ പറയും, അന്നീ റസൂലുള്ളാഹ്, ഞാൻ റസൂലുള്ളാഹി തങ്ങൾ അയച്ച ആളാണെന്ന് പറയുന്നു. എന്തിനാ ഞാൻ ഇങ്ങനെ വന്നെന്ന് പറഞ്ഞാൽ സ്വീകരിച്ചോളന്നില്ല, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ദൂതനാണ്, അയച്ച ആളാണ് എന്ന് പറയുമ്പോൾ പിന്നെ അതിനപ്പുറം ചിന്തിക്കൂല. അതെങ്ങനെയാണ് പറഞ്ഞ അയച്ച ആളാണെന്ന് പറഞ്ഞ പിന്നെ തീർന്ന് അപ്പുറം ചോദ്യമില്ല. അങ്ങനെ മാണി ഉസ്താദ് ആ കാരണം കൊണ്ട് താൻ യഥാർത്ഥത്തിൽ ഞങ്ങളോട് ഞാൻ തുറന്നുള്ളത് പറയാം, ഈ പരിപാടി ഏൽക്കുന്നു. അപ്പൊ പറഞ്ഞു, ഉസ്താദ് മകരുനെന്നെ എത്തിക്കോളി, നമ്മളെ വെറുക്കുന്ന തന്നെ നാസ്ത കഴിച്ചിട്ട് പാപ്പുറായത്തായി. അങ്ങനെ ഞാൻ മകരും സ്വീകരിക്കാൻ തന്നെ എത്തീന്. നീ കുറച്ചാൾ ഇത്ര, ഞാൻ നിങ്ങളുടെ എത്ര മുന്നേ ഞാൻ പറഞ്ഞു, നിങ്ങൾ നാട്ടുകാര് എന്തിനഗർ, BH നഗർ, BH നഗർ, BH ബഹുമാനപ്പെട്ട നഗർ നടത്തും. വേറെ അർത്ഥം നോക്കണ്ട, ബി നിലക്ക് ബഹുമാനപ്പെട്ട, അങ്ങനെ അർത്ഥം വെച്ചാൽ മതി, വേറെ എന്തെങ്കിലും അർത്ഥം ഉണ്ടായിക്കോട്ടെ. നമ്മളെ ബി അതാണ് ബഹുമാനപ്പെട്ട, അല്ലേ? പാലിക്കാർ നോക്കുന്നു, ഇംഗ്ലീഷിന്റെ ബി ബഹുമാനപ്പെട്ട ബി ആയിക്കോട്ടെ. അങ്ങനെ ബഹുമാനപ്പെട്ട ഈ നഗറിലുള്ളത് നിങ്ങൾ എത്തിയത് ഇപ്പോൾ 8 മണിക്ക് 8:30 മണിക്ക് 9 മണിക്ക് ഞാൻ മഗ്‌രിബ് സ്വീകരിക്കാൻ എത്തി. അപ്പൊ എനക്ക് അത് മുതൽ തന്നെ അല്ലാഹു തആല കൂലി തരും, അല്ലാഹു തരട്ടെ, അല്ലേ? നിങ്ങൾക്ക് വന്നത് മുതൽ തരും, നിങ്ങൾക്ക് ഞാൻ വന്നത് മുതൽ തരും, അങ്ങനെ കണക്ക്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് സംഘടിപ്പിക്കുന്ന പരിപാടി അൽഹംദുലില്ലാഹ്, അല്ലാഹു ബർക്കത്താക്കട്ടെ. എസ്ബിഎസ് സംഘടിപ്പിക്കുമ്പോൾ അതിന്റെ കൂടെ മുസ്ലിം ജമാഅത്തും എസ്എസ്എഫും എസ്ബിഎസും ജമിയത്തുൽ മുഅല്ലിമീനും എസ്എംഇയും എല്ലാം ഒരുമിച്ച് കൂടി എസ്എസ് സംഘടിപ്പിക്കുമ്പോൾ ബാക്കി എല്ലാവരും, അങ്ങനെ ഓരോ സംഘടനകൾ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ എല്ലാം അതിന്റെ അപ്പുറം ഇപ്പുറമുള്ള കടന്തലിന്റെ കൂട്ടിലേക്ക് അലർഞ്ഞു എല്ലാം ഒന്നിച്ചിട്ട് ഒരു കല്ലെറിഞ്ഞ ഒന്നിനാണ് കൂടലിന് കല്ല് വീണത്, പക്ഷെ എല്ലാം ഒന്നിച്ചിട്ട് അങ്ങനെ ആവണം നമ്മളെ സംഘടനകളും. വേറെ പണിയില്ല, അത് മുസ്ലിം ജമാഅത്ത്, അത് വലിയ ജമാഅത്ത്, മുസ്ലിം ജമാഅത്ത്. ഇങ്ങനെ നമ്മ ആവുമ്പോ അല്ലാഹു നമ്മളൊക്കെ ഇത്തിഫാക്കിലും സ്നേഹത്തിലും ഐക്യത്തിലും യോജിപ്പിലും ഒത്തൊരുമയിലും ഒരേ ഒരു വഴിയിലും അല്ലാഹു ആക്കി തരട്ടെ ഇൻഷാ അല്ലാഹ്. ഈ പരിപാടിയിൽ നിങ്ങൾ പ്രധാനമായി സംഘടിപ്പിച്ചത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി വറക സലാത്തു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബിനെ പറ്റി കുറച്ച് പഠിക്കാനും ആ പഠനം നമുക്ക് ദുനിയാവിലും ഖബറിലും മഹ്ശറിലും ഫലം ചെയ്യാൻ. ഞാൻ ചോദിച്ചിരുന്നു നമ്മൾ അബ്ദുറഹ്മാൻ മൗലവിയോട് എന്ത് വിഷയം, അപ്പൊ പറഞ്ഞു റസൂലുള്ളാഹിന്റെ മദ്ഹ് റസൂലാണ് ഉദ്ദേശിക്കുന്നത്. അതും എന്നെ വരുത്താൻ ഒരു കാരണമായി ഞാൻ ഇന്ന് ഉച്ചക്ക് നമ്മൾ മുനീർ സഖാഫിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു, ഭക്ഷണം കഴിക്കുമ്പോൾ മദ്ഹ് റസൂലാണ് പറയേണ്ടതെന്ന് പറയുമ്പോൾ പിന്നെ നമുക്കത് തട്ടാൻ കഴിയില്ല. അത് പറയാൻ കഴിയുന്നില്ല എന്നോ അല്ലെങ്കിൽ സമയമില്ല എന്ന് പറയാൻ കഴിയില്ല. അത് പറഞ്ഞാൽ അവിടുന്ന് മദീനത്തുനിന്ന് നമ്മളെ അറിയും എന്ന് പറഞ്ഞിട്ട് പേടിയാവും. നമ്മളെ മശായിഖന്മാർ അങ്ങനെയാണ് പഠിപ്പിച്ചത്. ശരിക്കും ശ്രദ്ധിക്കണം നിങ്ങൾ. എന്തിനാണ് മദ്ഹ് റസൂൽ സംഘടിപ്പിക്കുന്നത്? എന്തിനാണ് ഹബീബായ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുന്നത്? എന്തിനാണ് കേൾക്കുന്നത്? പഠിച്ചോളി. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. മരിച്ചിട്ട് ഖബറിലെത്തിയാൽ അപ്പോഴാണ് നമുക്ക് മദ്ഹ് റസൂലിന്റെ ആവശ്യം വരുന്നത്, ഹുബ്ബുർ റസൂലിന്റെ ആവശ്യം വരുന്നത്.
ഇഷ്ഖുർ റസൂലിന്റെ ആവശ്യം വരുന്നത്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതെല്ലാം നിലക്കാണോ ഉമ്മമാരെ, ചെറുപ്പക്കാരെ, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഞാനും നീയും എന്റെ ഹൃദയത്തിൽ കൊണ്ടു നടന്നത് നാവിൽ മാത്രം പോരാ, കൽബിലുള്ളതാവണം നാവിൽ വരേണ്ടത്. വെറും നാവിലുള്ള ശബ്ദം പോരാ, കൽബിലുള്ള ബഹുമാനത്തോടും ഇഷ്കോടും ആദരവോടും കൂടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ഭൂമി ലോകത്ത് മുഴുവനും കൊണ്ടു നടന്ന ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെ ഇഷ്ടം വെക്കുകയും അവിടുന്ന് വെറുത്ത കാര്യങ്ങളെ വെറുക്കുകയും ചെയ്തുകൊണ്ട്, അത് തന്നെയാണ് തഖ്വ എന്ന് പറഞ്ഞാലും, അത് തന്നെയാണ് ഈമാൻ എന്ന് പറഞ്ഞാലും, അത് തന്നെയാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാലും, അല്ലാഹുവിന്റെ കൽപ്പനകൾ, ഹബീബായ റസൂലുള്ളാഹിന്റെ നിർദ്ദേശങ്ങൾ അത് പാലിച്ചുകൊണ്ട് ജീവിക്കുക. അങ്ങനെ ജീവിക്കുമ്പോഴാണ് റസൂലുള്ളാഹിന്റെ ആളുകളായി മാറുന്നത്. ആ സമയത്താണ് ഖൽബിന്റെ അകത്ത് ഈമാൻ വരുന്നത്. നിങ്ങൾ കണ്ടില്ലേ സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നി ഉഹിബ്ബുക, നബിയേ ഞാൻ തങ്ങളെ വല്ലാത്ത പ്രിയം വെക്കുന്നു. എന്റെ ഉമ്മനെക്കാളും എന്റെ വാപ്പനെക്കാളും എന്റെ ഭാര്യ മക്കളെക്കാളും എന്റെ ദുനിയാവിന്റെ സകല സ്വത്തുകളെക്കാളും ഏർപ്പാടുകളെക്കാളും എല്ലാം ഞാൻ തങ്ങളെ മഹബത്ത് വെക്കുന്നു എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമറേ നിന്റെ ഈമാനിന് പൂർണ്ണത വന്നിട്ടില്ല, നിന്റെ ഈമാൻ പൂർണ്ണമായിട്ടില്ല ഉമറേ. ഉടനെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന് മനസ്സിലായി, ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ എന്ത് പറഞ്ഞിട്ടില്ല? എന്റെ ഉമ്മനെക്കാളും ബാപ്പനെക്കാളും ഭാര്യനെക്കാളും മക്കളെക്കാളും സ്വത്തിനേക്കാളും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ സ്വന്തം നഫ്സിനേക്കാൾ ഞാൻ തങ്ങളെ പ്രിയം വെക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് എന്റെ ഈമാനിക്ക് പൂർണ്ണത വന്നിട്ടില്ല എന്ന് പറഞ്ഞതെന്ന് മനസ്സിലാക്കി ഉമർ ഇബ്നു ഖത്താബ് ഉടനെ പറയുന്നു, ഉമ്മിൻ നഫ്സി യാ റസൂലല്ലാഹ്, എന്റെ സ്വന്തം നഫ്സിനേക്കാൾ, എന്റെ ഈ ശരീരത്തിനേക്കാൾ, എന്റെ ഈ ബോഡിയേക്കാൾ, എന്റെ ജീവനേക്കാൾ നബിയെ തങ്ങളെ ഞാൻ പ്രിയം വെക്കുന്നു, മഹബത്ത് വെക്കുന്നു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമറേ ഫഖദ് ഇസ്തക്മലൽ ഈമാൻ, ഇപ്പോൾ നിന്റെ ഈമാൻ പരിപൂർണമായി പോയി. അപ്പൊ നമ്മളെ ഈമാൻ പൂർണ്ണമാകണമെങ്കിൽ എല്ലാത്തിനേക്കാളും കൂടുതൽ മഹബത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ടാവണം. അല്ലാഹു ആക്കി തരട്ടെ, അല്ലാഹു ആക്കി തരട്ടെ. നിങ്ങൾ നോക്ക്, ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ കൊണ്ടുവരുന്ന ഒരു സംഭവം, അത് പറഞ്ഞ് അത് ചിന്തിച്ച് മദീന പള്ളിയിൽ ഞങ്ങൾ കുറെ കരഞ്ഞിട്ടുണ്ട്. ആ സംഭവം പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്നാമത്തെ വെള്ളിയാഴ്ച കസീറോട് ജുമഅക്ക് ശേഷം അത് പറഞ്ഞുകൊണ്ട് കരഞ്ഞിട്ടുണ്ട്. ഞങ്ങളെല്ലാം കരഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മദീന പള്ളിയിൽ, അന്നത്തെ പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ ഓതിക്കൊണ്ടിരുന്ന മിമ്പർ, അതൊരു ഈത്തമരത്തിന്റെ മരത്തിന്റെ മുരട് കൊണ്ട് ചെത്തിയിട്ടുണ്ടാക്കിയ ഒരു മിമ്പർ, 3 സ്റ്റെപ്പുള്ള ഒരു മിമ്പർ, ഒരു മീത്തപ്പഴ മരത്തിന്റെ മുരട്ടതിന്റെ കടമരം കൊണ്ടുണ്ടാക്കിയതാണ്. ആ മിമ്പറിൽ ഖുതുബ ഓതിക്കൊണ്ടിരുന്നു.
ഒരു പുതിയ മിമ്പർ മദീന പള്ളിയിലേക്ക് നിർമ്മിക്കപ്പെട്ടു, ഉണ്ടാക്കപ്പെട്ടു. ചരിത്രം ഞാൻ ചുരുക്കുന്നു. ആ പുതിയ മിമ്പർ ആരും മൊബൈൽ നോക്കണ്ട. എല്ലാ മുസീബത്തും സകല മുസീബത്തും മൊബൈലിലാണ്. മദീനത്ത് റസൂലുള്ളാഹിക്ക് സലാം പറയുമ്പോഴും മൊബൈൽ, തവാഫ് ചെയ്യുമ്പോഴും പോവാം. ഞാനും കണ്ട് നാട്ടിലാണെങ്കിൽ തലക്ക് ഞാടി കെട്ടി അടിച്ച ഞാൻ പോയിട്ട് പന്തിൽ കിടക്കട്ടെ, അത്ര ഭ്രാന്ത് പിടിച്ചു. നിസ്കരിക്കുമ്പോ മാത്രമേ ഈ മുസ്ലിമീങ്ങൾക്ക് മൊബൈൽ. അപ്പോഴും ഓനെ സൈലന്റ് ആക്കിയിട്ട് വെച്ചിട്ട് ശബ്ദിച്ചോണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴും തൊടുന്നുണ്ട്. സലാം പോയിട്ട് ഉടനെ തന്നെ നോക്കുന്ന ആരെന്നെ വിളിച്ചത് എന്താ സംഭവം? ഇത്രയും പൊരുത്തം കെട്ട മനുഷ്യൻ ഞാൻ പറഞ്ഞു. അയാൾക്ക് പിന്നെ മെമ്പർ മൊബൈലില്ലെങ്കിലാവേ ഇവിടെ ജിയോ അയാളിൻ്റെ ഇല്ലുള്ള ആളല്ലേ. നിങ്ങൾ കുറച്ച് റീപത്ത് പറഞ്ഞു ജിയോമിൻ്റെ. ഞാൻ മൊബൈൽ ആരും തൊടണമെന്നും നിങ്ങൾ മൊബൈൽ എടുക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അയാൾ അതിൻ്റെ ഭാഗമാണ്. അതിനെല്ലാം വരുമ്പോൾ പള്ളിക്ക് വരുമ്പോൾ കൊണ്ടുവരാതിരിക്കലതല്ല. അപ്പോൾ ഒരാൾ എൻ്റെ കയ്യിൽ പറഞ്ഞു, ഉസ്താദ് ഞാൻ പള്ളിക്ക് വരുമ്പോൾ കൊണ്ടുവരാതെ ഉണ്ട് ഉസ്താദെ, കൊണ്ടുവന്നില്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് പുരയിൽ സീരിയസ് ആയിട്ടെങ്കിലാ വിളിച്ചെങ്കിൽ അറിയണ്ടേ. ഞാൻ പറഞ്ഞു ഈ മൊബൈൽ അള്ള പടക്കുന്നതിന് മുമ്പ് നിന്റെ പുരയിൽ സീരിയസ് ആയിട്ടില്ലേ? ഉണ്ടെന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും, പള്ളിക്ക് വരുമ്പോ ഞാൻ ഈ സാധനം കൊണ്ടുവന്നില്ല, എന്റെ പുര ഒരു സീരിയസും ആവാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകാൻ ഒരു സീരിയസ് അല്ലാഹു നിനക്ക് തരൂല. അപ്പൊ മനുഷ്യന്മാർ ഓരോരുത്തരും ന്യായം ഉണ്ടാക്കുകയാണ്. മൊയിലാമാരുടെ ആവശ്യത്തിൽ മുമ്പ് മിമ്പറിൽ കൊണ്ടിട്ട് വെക്കണേ സാമാൻ, മിമ്പറിൽ കൊണ്ടിട്ട് ഞങ്ങൾ ഉസ്താമാര് അത് പറഞ്ഞാൽ ഒരാൾക്ക് പറ്റൂല, നാളെ കത്ത് വരണം. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ട്, ഞങ്ങൾ സ്വകാര്യം പറയാൻ കഴിയാല. നിങ്ങൾ ആ സദസ്സിൽ വെച്ചിട്ട് പറയണം. നിങ്ങളെ കഥ എല്ലാവർക്കും അറിയും, നമ്മളെ കഥ എല്ലാവർക്കും അറിയും. ഓ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രമായിരുന്നില്ല, നമ്മളാട്ട് ഏറെ ഓർക്ക് മനസ്സിലാകുന്നു. നമ്മളെല്ലാം ഓർ നോക്കുന്നുണ്ട്. അള്ളാഹ് എന്തെങ്കിലും പറഞ്ഞിട്ട് ഒപ്പിക്കാം, പക്ഷെ മാപ്പാക്കും. ഈ മനുഷ്യൻ മാപ്പാക്കൂല. ഒരു ദിവസം നോക്കും, ഒരു മഗ്‌രിബ് നിസ്കരിക്കാൻ ഒരു സ്ഥലത്ത് ഞാൻ പോയി, പരിപാടിക്ക് മുമ്പ് ഒരു വള്ളിക്ക് നോക്കുമ്പോ അയാൾ 2 മൊബൈൽ കുറഞ്ഞു വെച്ചു. മുമ്പ് 2 ശനക്ക് തോന്നി അതിനെടുത്തിട്ട് ഒറ്റേറ് കുന്നിലേക്ക് എറിഞ്ഞാലോ. എന്റെ അടുത്ത് പഠിച്ചൊരുത്തനാണ്, ഞാൻ ഓൻ അപ്പന്നെ എടുത്തിട്ട് എറിയിട്ട്. പിന്നെ ഇത് ഓൻ ഇയാൾ ആരും നടക്കറിയുന്നില്ല, ഇനി പഠിച്ചാളെ എനിക്ക് പരിചയം കിട്ടുന്നില്ല. പിന്നെ ഞാൻ മുണ്ടെങ്കിൽ ആൾക്ക് തച്ചെങ്കിലാണ് ഞാൻ ഇങ്ങനെ തീവട്ടിക്ക് ഒരു പോലത്തെ മനുഷ്യൻ പേടിച്ചിട്ട് ഞാൻ നിസ്കാരം കഴിഞ്ഞിട്ട് ആളെ വിളിച്ചിട്ട് പറഞ്ഞു, അയാൾക്ക് ബേജാറായി. പറഞ്ഞു ഞാൻ കൊണ്ടുവരില്ലാന്നോ, ഞാൻ മെമ്പറിലേക്ക് കൊണ്ടുപോകില്ല, അല്ലെങ്കിൽ ഈ കമ്മീഷന്റെ കീശയിലിട്ടോളൂ, വലിയ തെലങ്കാണി പോലെ തന്നെ കിടച്ചു ഇരിക്കുമ്പോ ചിലപ്പോൾ അത്യാതിരിക്കുമ്പോ ഈ ചൂണ്ടടയിൽ ഇത് വരും. അവളെ കമ്പനി ഇങ്ങനെ നേരാക്കി. ഇതെല്ലാം നിസ്കാരമാണ്, ഇതെല്ലാം ഇബാദത്ത്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ലാഹു നമ്മളെ ആലിമീങ്ങളെയും എല്ലാ മുതആലിമീങ്ങളെയും അല്ലാഹു നന്നാക്കി തരട്ടെ. നമ്മൾ ഇതെല്ലാം കൊണ്ട് എവിടത്തേക്ക് പോകും? ഈ ഖമീസ് ഖബറിലേക്കില്ലല്ലോ. ഖമീസ് ഖബറിന്റെ ഖമീസ് വേറെയല്ലേ? അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഞാൻ ബേജാറ് കൊണ്ട് പറയാനും പൊരുത്തപ്പെട്ടേ നമ്പലാക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, പഴയ മിമ്പർ പുതിയ മിമ്പർ പള്ളിക്ക് കൊണ്ടുവന്നപ്പോൾ പഴയ മിമ്പറിനെ കൊണ്ടുപോയി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, ആ പഴയ മിമ്പർ കൊണ്ടുപോയി പള്ളിന്റെ കോലായിൽ ഒരു ഭാഗത്ത് മൂലക്ക് കൊണ്ടുപോയിട്ട് വെക്കൂ എന്ന് പറഞ്ഞു. അവിടെ കൊണ്ടുപോയിട്ട് വെച്ചിട്ട് ജുമുഅ ദിവസം പുതിയ മിമ്പറിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ ഖുത്ബ ഓതാൻ വേണ്ടി കയറി. ആലിമീങ്ങളെ, മുതഅല്ലിമീങ്ങളെ, സുന്നി വിശ്വാസമുള്ള സുന്നത്ത് ജമാഅത്തിന്റെ സംഘാടകരെ, പുതിയ മിമ്പറിൽ ഖുത്ബ അങ്ങ് തുടങ്ങിയപ്പോൾ പള്ളിന്റെ കോലായിന്ന് കരയാൻ തുടങ്ങി.
ഉമ്മാനെ കാണാത്ത മക്കൾ, ചെറിയ മക്കൾ ഉമ്മാനെ കാണാതിരിക്കുമ്പോൾ കരയുന്നത് പോലെ തേങ്ങി തേങ്ങി കരയുന്ന ശബ്ദം കേൾക്കുന്നു പള്ളിന്റെ കോലായിൽ നിന്ന്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തന്റെ സഹീഹിൽ കൊണ്ടുവരുന്ന ഹദീസല്ലേ. ഓ ചെറുപ്പക്കാരെ, ഓ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ, എസ്വൈഎസ്കാരാ, ഓ ഉമ്മമാരെ, ഈ കരയുന്നത് ആരാണ്? ഒരു മനുഷ്യനല്ല, ഒരു ജീവനുള്ള ആട് അല്ല, ജീവനുള്ള പശുവല്ല, ജീവനില്ലാത്ത ഉണങ്ങി ഉണങ്ങി വരണ്ടുപോയ ഒരു ഈത്തപ്പഴമരത്തിന്റെ മുരട് കൊണ്ടുണ്ടാക്കിയ ആ മിമ്പറാണ് പള്ളിന്റെ കോലായിൽ വെച്ച് കരയുന്നത്. വല്ലാത്ത കരച്ചലാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ കയറി ഖുതുബ തുടങ്ങിയപ്പോൾ കരയാൻ തുടങ്ങുന്നു. ആ കരച്ചൽ കേട്ട് സ്വഹാബത്ത് പറയുന്നു, സമിഅനാ, ഞങ്ങളും കേട്ടു. ചെറിയ കുട്ടി ഉമ്മനെ കാണാതെ കുട്ടികൾ കരയും പോലെ പള്ളിന്റെ കോലായിരുന്നു. ഓ ചെറുപ്പക്കാരെ, കരയുന്ന ശബ്ദം കേൾക്കുന്നു. സ്വഹാബത്ത് പറഞ്ഞു, ഞങ്ങളും കേൾക്കുന്നു. അങ്ങനെ ഖുതുബ കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കോലായിലേക്ക്, ചെറിയ പള്ളിന്റെ കോലായിലേക്ക് പെട്ടെന്ന് പോകുന്നു. പോയിട്ട് ആ മിമ്പറിനോട് ചോദിക്കുന്നു, നീ എന്തിനാണ് കരയുന്നത്? റസൂലുള്ളാഹി പറഞ്ഞു, ഇത് കരയുന്നത് എന്റെ മിമ്പറാണ്, ഞാൻ ഖുതുബോധി നിന്ന മിമ്പറാണ്. എന്റെ കാല് രണ്ട് വെച്ചിട്ടല്ലേ ഞാൻ നിന്നത്, ഞാൻ ഖുതുബന്റെ ഇടയിൽ ഇരുന്നത് ആ മരത്തിന്റെ മേലെയല്ലേ. അതുകൊണ്ട് എന്നെ കാണാത്തത് കൊണ്ട്, എന്റെ കാല് വെക്കാത്തത് കൊണ്ട്, ഞാൻ ഇരിക്കാത്തത് കൊണ്ട്, എന്നെ കിട്ടാത്തതിന്റെ വിഷമം കൊണ്ടാണ് ആ മരത്തിന്റെ കുറ്റി കരയുന്നത്, ഉണങ്ങിയ മരക്കഷ്ടം കരയുന്നത്, ആ മിമ്പർ കരയുന്നത് എന്ന് പുന്നാര മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കി. വേഗം പോയിട്ട് സ്വഹാബത്തിനെ കാണുന്നില്ല, കരയുന്ന ആളെ കാണുന്നില്ല. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തെ കൈ കൊണ്ട് ഇങ്ങനെ തടകി തടകിയിട്ട് പറയുന്നു, ലാ തബ്കി, നീ കരയണ്ട, നീ കരയണ്ട. നിനക്കെന്ത് വേണം? നിനക്കെന്ത് വേണം? നിന്നെ പഴയ പോലെ തന്നെ പള്ളിന്റെ ഉള്ളിൽ പുതിയ മിമ്പറിനെടുത്ത് മാറ്റി വെച്ചിട്ട്, നിന്നെ പഴയ പോലെ തന്നെ പള്ളിയിൽ കൊണ്ടുപോയി മിമ്പറാക്കി വെച്ചിട്ട് ഞാൻ നിന്റെ മേലെ ചവിട്ടി നിന്നിട്ട് ഖുതുബോടുന്ന പഴയ അവസ്ഥക്ക് തന്നെ ആക്കി തരണോ? അല്ല, അല്ലാഹുവിന്റെ സ്വർഗത്തിൽ എന്നെ കണ്ടുകൊണ്ടേയിരിക്കാൻ പറ്റുന്ന, സ്വർഗത്തിൽ എന്നും നശിക്കാത്തൊരു മരമായി നിന്നെ ആക്കി തരണോ? എന്താണ് നീ ആവശ്യപ്പെടുന്നത്? നിനക്ക് ഞാൻ തരാം. ഈമാനുള്ള മുഅ്മിനീങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നു, മറന്നു പോകണ്ട, വെറും കഥയാക്കി തള്ളണ്ട, ഒരു പ്രസംഗമായി വിട്ടുപോകണ്ട. നിന്റെ കൽബവിടെ നിൽക്കണം. നീ മനുഷ്യനല്ലേ, ഞാനും നീയും ഹബീബിന്റെ ഉമ്മത്തിയല്ലേ. ആ മരത്തിന്റെ കുറ്റി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തടകി തടകി ചോദിക്കുമ്പോൾ അതിന്റെ കരച്ചിൽ നിന്നുകൊണ്ട് വന്നു. കരച്ചിൽ കുറഞ്ഞു കുറഞ്ഞു കരച്ചിൽ സ്റ്റോപ്പായി. എന്നിട്ട് ആ മരം പറയുന്നു, ആ ഉണക്ക് വരണ്ടു പോയ മരത്തിന്റെ കുറ്റി പറയുന്നു, യാ റസൂലല്ലാഹ്, എന്നെ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ തങ്ങളെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നൊരു മരമാക്കിയാൽ മതി. തങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നൊരു മരം. സ്വർഗത്തിൽ ഒരു സാധനമുണ്ടായാൽ അതിന് നാശമില്ല. നമ്മൾ സ്വർഗത്തിൽ കിടന്നാൽ മരണമില്ല. ആ മരത്തിന്റെ കുറ്റിക്കറിയാം. ആ മരം പറയുന്നു, എന്നെ ഹബീബായ നബിയേ, അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ഒരു മരമാക്കി തരണേ, എനിക്കത് മതി. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്നെ ഞാൻ സ്വർഗത്തിൽ എന്നെ കാണാൻ ആഗ്രഹിക്കുമ്പോഴെല്ലാം കാണാൻ പറ്റുന്ന, ഞാൻ നിന്നെ വന്ന് കാണുന്ന,
എന്നെ കാണാൻ സൗകര്യപ്പെടുന്നൊരു മരമാക്കി നിന്നെ ഞാൻ തന്നു, മരമാക്കി തരാം. ഹബീബ് പറഞ്ഞാൽ അതിന്റെ ചേഞ്ചസ് ഇല്ല, കിട്ടാത്തൊന്ന് ഹബീബ് പറയില്ല. അതോടുകൂടി ആ മരത്തിന്റെ വണങ്ങിയ മരത്തിന്റെ കുറ്റി ആ മിമ്പർ അതിന്റെ കരച്ചൽ നിർത്തി. അല്ലാഹുവിന്റെ ഹബീബിനെ സ്വർഗ്ഗത്തിൽ എനിക്ക് കണ്ടുകൊണ്ടിരിക്കാമല്ലോ. ഓ ചെറുപ്പക്കാരെ, നിങ്ങളും ഞാനും ഒരിക്കലെങ്കിലും അല്ലാഹുവിന്റെ ഹബീബിനെ കണ്ടോ? നമ്മൾ കണ്ടില്ല. സ്വപ്നത്തിൽ കണ്ടോ? കണ്ടില്ല. എന്നിട്ട് ഞാനും നീയും കരഞ്ഞോ? അല്ലാഹുവിന്റെ സ്വർഗത്തിലെങ്കിലും ഹബീബായ റസൂലുള്ളാഹിനെ കാണാൻ പറ്റുന്ന ഒരാളാക്കി തീർക്കണേ അല്ലാഹ്. മരിക്കുന്നതിന് മുമ്പ് ഒന്ന് സ്വപ്നത്തിലെങ്കിലും ആ പുന്നാര പൂമുത്തു നബിയുടെ മുഖമൊന്ന് കാണണം എന്നാഗ്രഹിച്ചുകൊണ്ട് കരഞ്ഞവരാരെങ്കിലും എന്റെയും നിങ്ങളെയും കൂട്ടത്തിലുണ്ടോ? ഞാനുണ്ടോ? നിങ്ങളുണ്ടോ? അപ്പോൾ ആ മരത്തിന്റെ കുറ്റിന്റെ ഒരു സ്ഥാനത്തെങ്കിലും ഞാനും നിങ്ങളും ആയില്ലല്ലോ. ഇത്ര കാലം മനുഷ്യനായി നടന്നിട്ട് മൗലൂദ് ഓതിയിട്ട് സ്വലാത്ത് ചൊല്ലിയിട്ട് ആ ഒരു മരത്തിന്റെ കുറ്റിനെ പോലെയെങ്കിലും ഒന്ന് റസൂലുള്ളാഹിനെ കാണണമെന്ന് ആശിച്ചു കരഞ്ഞോ? രാത്രി ഉറക്കൊഴിച്ചോ? എന്റെ ഉമ്മമാരെ, വയസ്സന്മാരെ, എന്റെ നബിനെ ഞാൻ കണ്ടില്ലല്ലോ. 5 വക്ത് നിസ്കാരത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബി വറഹ്മത്തുള്ളാഹി എന്ന് ഞാൻ പറയുന്ന കൊല്ലം 40, 50, 60, 70 ആയല്ലോ. എന്നിട്ട് ഇന്നേ വരെ എനിക്ക് റസൂലുള്ളാഹിനെ കണ്ടില്ലല്ലോ. ഞാൻ ആ നിലക്കുള്ള ഒരാളായില്ലല്ലോ. ആളുകളുടെ എനിക്ക് വലിയ സ്ഥാനവും വലിയ സംഘടനയിലൊക്കെ ഞാനായിട്ടുണ്ട്. പക്ഷേ ഹബീബായ നബിനെ കണ്ടില്ലല്ലോ. ഒന്ന് കിനാവിലെങ്കിലും കണ്ടില്ലല്ലോ. ഞാൻ എന്തിനു പറ്റും? ഞാൻ എന്തിനു കൊള്ളും? എനിക്ക് ആ റസൂലുള്ളാഹിനെ ഖബറിൽ വെച്ച് കാണുമ്പോൾ എനിക്ക് പരിചയപ്പെടുവോ? എനിക്ക് ആദാ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയാൻ കഴിയോ എന്ന് ചിന്തിച്ച് കരയാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞോ? ഒരിറ്റു വെള്ളം നമ്മളെ കണ്ണും ഒലിപ്പിച്ചു. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരെ, ഇല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. പിന്നെങ്ങനെ നമ്മൾ ഖബറിൽ മറുപടി പറയും? പിന്നെങ്ങനെ ഖബറിൽ റസൂലുള്ളാഹിനെ കാണുമ്പോൾ മുമ്പൊരിക്കൽ കണ്ട ആളെ കണ്ടാ പരിചയപ്പെടുമല്ലോ. ഒരു പ്രാവശ്യമെങ്കിലും കണ്ടാലല്ലേ ആ കണ്ട ആളെ കാണുമ്പോൾ പരിചയപ്പെടുന്നത്. ഒരിക്കലും കാണാതെ മനസ്സിൽ വരാത്ത ഒരാളെ നമുക്ക് പരിചയപ്പെടാൻ കഴിയോ സഹോദരന്മാരെ? അങ്ങനെ വന്നാൽ നമ്മളെ കഥ എന്തായിരിക്കും? ഇത് ചെറിയ വിഷയാണോ? എന്തേ മോമിനിങ്ങൾ ഈ പോസ്റ്റിലേക്ക് വരാത്തത്? എന്തേ ആലിമീങ്ങൾ ഇതിനെപ്പറ്റി ചിന്തിച്ച് കരയാത്തത്? ഞാൻ എന്തിനു കൊള്ളും എന്നെന്തുകൊണ്ട് മനസ്സിൽ വരുന്നില്ല? ബഹുമാനപ്പെട്ട മർഹൂം സജിഫ് ഉസ്താദ്, അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ, ആ ഉസ്താദിന്റെ വലിയ തണല് എന്റെ ജീവിതകാലത്ത് മുഴുവനും എനിക്കുണ്ടായിരുന്നു. എല്ലാ ശത്രുക്കളെ ശർറിൽ നിന്നും, എല്ലാ കോടതിന്റെ കേസും, എല്ലാ മുസീബത്തും ഈ കർണാടകയിൽ 35 കൊല്ലമായി ഞാൻ വന്നിട്ട് ഈ 35 വർഷത്തിന്റെ ഉള്ളിൽ അനുഭവിക്കാത്ത പ്രശ്നങ്ങളില്ല. പക്ഷേ എന്റെ മശായിഖന്മാർ തണൽ തന്നതുകൊണ്ട്, ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് 3 കൊല്ലക്കാലം കോടതിയിൽ എന്റെ മേൽ വെറുതെ കള്ളക്കേസ്, മർഡർ കേസ് കൊടുത്ത് കൊലക്കേസിൽ എന്നെ പ്രതിയാക്കി. എന്നെ കോടതിയിൽ 3 വർഷം നടത്തിപ്പിച്ചു. എന്നെ അവിടെ മറ്റുള്ള പ്രതികളെ കൂടെ എന്നെ നിർത്തി. എന്തിനാണ്? സുന്നത്ത് ജമാഅത്ത് പറയരുത്, സുന്നത്ത് ജമാഅത്ത് പറയുന്നില്ല എന്ന് ഉറപ്പ് തന്നാൽ ഞങ്ങൾ കേസ് പിൻവലിക്കാമെന്ന് ഓഫർ കൊണ്ടുവന്നു വല്ലാഹി. പക്ഷേ എന്റെ മശായിഖന്മാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞില്ല, മുമ്പത്തേനേക്കാളും കൂടുതൽ കർശനമായി സുന്നത്ത് ജമാഅത്ത് പറയുമെന്ന് പറയും. താജുൽ ഉലമ പറഞ്ഞു, സജിഫ് ഉസ്താദ് പറഞ്ഞു, നെരിക്കോട് പാപ പറഞ്ഞു, ഫസോട്ട് തങ്ങൾ പറഞ്ഞു, താഹിർ തങ്ങൾ പറഞ്ഞു.
അല്ലാഹുവേ അവരൊക്കെ ദർജ ഉയർത്തണേ അല്ലാഹ്, അവരെ കാവൽ നിലനിർത്തി തരണേ അല്ലാഹ്. ഇതെല്ലാം അല്ലാഹു അറിയുന്ന യാഥാർത്ഥ്യ സത്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. ആ സജിപ്പ ഉസ്താദ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്രത്തോളം മഹബത്ത് വെച്ച ആളാണ്. കേസീറോട് വന്ന് ദർസ് തുടങ്ങി തന്നത് മുതഅല്ലിമീങ്ങൾക്ക് ഞാൻ മൂപ്പരെയാണ് താജുൽ ഉലമ എന്നോട് പറഞ്ഞത്. ചെറുവത്തൂർ അബ്ദുൽ മൗലാനെ വിളിച്ചു എന്ന് പറഞ്ഞു. അവിടെ പോയിട്ട് മൂപ്പരെ വിളിച്ചുകൊണ്ടുവന്നു. മൂപ്പർക്ക് സുഖമില്ല, താങ്ങിപ്പിടിച്ചു കൊണ്ടുവന്നു. അങ്ങനെ മുതഅല്ലിമീങ്ങൾ കേസീറോഡിൽ 35 കൊല്ലം 34 വർഷം ആ മുമ്പ് അവിടെ ദർസ് തുടങ്ങാൻ സജിപ്പത്ത് ഉസ്താദ് വന്നു. ചെറുവത്തൂർ അബ്ദുല്ലാഹി മുസ്ലിയാർ റളിയല്ലാഹു മർഖദഹു ورفع الله درجته وجمعنا الله به في الدارين. ബഹുമാനപ്പെട്ടവരെ വന്നിട്ട് ഫത്ഹുൽ മീൻ ചൊല്ലി കൊടുക്കുമ്പോ ആ മുതഅല്ലിമീങ്ങൾക്കറിയാം ആ അൽഹംദുലില്ലാഹ് തുടങ്ങി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് പറയലോടുകൂടി പൊട്ടി കരയാൻ തുടങ്ങി. ബഹുമാനപ്പെട്ട താജുശ്ശേരിയ അലിക്കുഞ്ഞുസ്താദ് അല്ലാഹുവേ ദർജ ഉയർത്തണേ അല്ലാഹ്. ഓറും കരയാൻ തുടങ്ങി. ഓറും ഉണ്ട് രണ്ടുപേരും. ഞങ്ങളെല്ലാം കരഞ്ഞു, മുതഅല്ലിമീങ്ങൾ കരയുന്നു, പള്ളിയിലുള്ള മുഴുവൻ ആളുകളും കരയുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ പേര് പറയലോടുകൂടി പൊട്ടിക്കരഞ്ഞ് പിന്നീട് അപ്പുറം ചൊല്ലിക്കൊടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള ഒരാളെ കാണാനുണ്ടോ? ആലിമീങ്ങൾ അത്രയുണ്ട്. ഞാൻ കുറ്റം പറയല്ല. അല്ലാഹുവേ എല്ലാവരെയും നീ നന്നാക്കണേ അല്ലാഹ്. നിന്റെ ഹബീബിനെ മഹബത്ത് വെക്കുന്നവരിൽ പെടുത്തണേ അല്ലാഹ്. ആ ചെറിയൊരു മഹബത്താണ് എനിക്ക്. എൻ്റെ അങ്ങനെയൊന്നുമില്ല. ഈ റബീഉൽ അവ്വൽ 12 മദീനയിൽ എത്തണമെന്ന് മനസ്സിലാക്കി. റബീഉൽ അവ്വൽ 10 തന്നെ 9 തന്നെ മദീനയിലേക്കാണ് നേരിട്ട് പോയത്. മക്കയിലേക്കെല്ലാം അവിടെ നിന്നാണ് മക്കയിലേക്ക് വന്നത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അവിടെ അടുത്ത് പോയിട്ടൊന്ന് സലാം പറഞ്ഞാൽ എന്റെ മരണത്തിന് ശേഷം ആരെങ്കിലും എന്റെ ഖബറിന്റെ അടുത്ത് വന്നിട്ട് സിയാറത്ത് ചെയ്തിട്ട് എനിക്ക് സലാം പറഞ്ഞാൽ അവൻ ഹയാത്ത് കാലത്ത് എന്നെ വന്നിട്ട് കണ്ടവനെ പോലെ എന്ന് മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെങ്കിലും ഈ പാവങ്ങളായ നമ്മളെ ഒന്ന് ഏറ്റെടുത്ത് ആ ഹബീബായ റസൂലുള്ളാഹിന്റെ മുഖം കാണുമ്പോ ഒന്ന് തിരിച്ചറിയണം. നീ എന്നെ കാണാൻ എത്രയോ 1000 കിലോമീറ്റർ താണ്ടി വന്നിട്ടില്ലേ എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ ഹബീബ് നീ എന്നെ കാണണമെന്ന് മാത്രം ആശിച്ചു വന്നതല്ലേ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് ഒന്ന് ഏറ്റെടുത്താൽ ഈ മിസ്കീനായ ജാഹിലായ ദോഷിയായ ഒന്നിനും എവിടെയും വെക്കാനും കൊള്ളാനും പറ്റാത്ത ഈ പാവപ്പെട്ട മിസ്കീൻ ഒന്ന് രക്ഷപ്പെട്ട് കിട്ടുമല്ലോ എന്ന് മനസ്സിലാക്കി ഓടിയതാണ്. അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞാൻ കൂടുതൽ നീട്ടി സംസാരിച്ചിട്ടില്ല. കുറെ വാള് പറഞ്ഞിട്ട് കാര്യമില്ല. വാളിന്റെ നീളമല്ല നോക്കേണ്ടത്. അത് നമുക്ക് ഫലവത്തായിട്ടുണ്ടോ? നമ്മൾ കൽബൊന്ന് ഇളകിയിട്ടുണ്ടോ? ഒന്ന് ആ പാറ പോലെ ഇങ്ങനെ കട്ടി പിടിച്ചെടുത്തുനിന്ന് ലെവലേഷെങ്കിൽ ലൂസായി കെട്ടിയിട്ടുണ്ടോ? അതാണ് പൂർവികന്മാരെ വാള്. സജ്പത്ത് ഉസ്താദ് ആ ഒരു പേര് പറയുമ്പോ കരഞ്ഞതോടുകൂടി സരസ് മുഴുവനും കരഞ്ഞില്ലേ? എല്ലാവരുടെ കൽബും മദീനയിലേക്ക് എത്തിയില്ലേ? അലിക്കു ഉസ്താദ് അതിന്റെ എന്റെ കണ്ടപ്പോഴെല്ലാം മൂപ്പർ പറയുന്ന മോനെ നിങ്ങൾ അക്കടെ കേസി റോഡ് ദർസ് തുടങ്ങാൻ വേണ്ടി ഞാൻ വന്നില്ലേ? അപ്പ സജ്പത്തോറ് ഓറ് കരഞ്ഞില്ലേ? അതിനെ ഓർമ്മിച്ചിട്ട് ഞാൻ എപ്പോഴും കരഞ്ഞോണ്ടേണ്ട് മോനെ. ഓ എന്താണ് അവരൊക്കെ? നമ്മൾ എത്ര സുന്നിയായി? വലിയ സുന്നി, 110 സുന്നി. എടാ അങ്ങനെ വണ്ണം പറഞ്ഞാ പോരെടാ. നിന്റെ കൽബിന്റെ ഉള്ളിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ടോ? അവിടെയാണ് അല്ലാതെ എന്തും പറയാം. അവരെ സുന്നി പോരാ, ഓന്റെ സുന്നി പോരാ, ആ സമസ്ത പോരാ, ഈ സമസ്ത പോരാ, ഒലക്ക പോരാ എന്നൊക്കെ നമുക്ക് പറയാം. അവിടെയല്ല പ്രശ്നം നിൽക്കുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, ഓ ഉമ്മമാരെ, ചെറുപ്പക്കാരത്തി പെൺമക്കളെ, ഈ ഹലാക്കിന്റെ മൊബൈൽ എടുത്തിട്ട്
അതിൽ തട്ടിമുട്ടി എല്ലായിടത്തേക്കും നീ കേറി പോകണ്ട. ഓ ചെറുപ്പക്കാരാ, അവിടെ എവിടെയും കയറാൻ കഴിയും. നിന്റെ ഹായിസ് മുഴുവനും അതിലായി ഹലാക്കാക്കണ്ട. നിനക്ക് ഖബറിൽ റസൂലുള്ളാഹിനെ പരിചയപ്പെടാൻ കഴിയില്ല. നീ റസൂലുള്ളാഹിന്റെ മുഖം നോക്കി ഹാദാ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയാനുള്ള കപ്പാസിറ്റി നിനക്ക് ഉണ്ടാവൂല. ജാഗ്രതയാക്കി നടന്നോ. അല്ലാഹു നമ്മളെ മക്കളെ നന്നാക്കട്ടെ. അല്ലാഹു നമ്മളെ പെൺമക്കളെ നന്നാക്കട്ടെ. അത് ആവശ്യത്തിന് വേണ്ടി മാത്രം യൂസ് ആക്കുന്ന ഒരു വസ്തുവാക്കി മാറ്റി. ഇതൊന്നും ഇപ്പോൾ പറഞ്ഞാൽ ആർക്കും പറ്റില്ല. ഇപ്പൊ കുറെ കഥയും കുറെ സ്റ്റോറിയും കുറെ ചിരിപ്പിക്കലും ശബ്ദകോലാഹങ്ങൾ ഉണ്ടാക്കിയാലേ ആവുള്ളൂ. ഇനി പഴയതൊന്നും ഇങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ ഇപ്പൊ പഴയ കാലത്ത് അങ്ങനെയുള്ള നന്നായിട്ട് വേദ പറഞ്ഞാൽ അതിന്റെ ഫലം കാണും. അല്ലാഹു നമ്മളെ എല്ലാവർക്കും നമ്മുടെ ഖൗലും ഫിഅലും അമലും ഒക്കെ ഫലവത്താക്കി തരട്ടെ. ആമീൻ. നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പൊ എല്ലാവരും ചിന്തയിൽ വന്നോ, ഞാൻ ഒരു മരത്തിന്റെ ഉണങ്ങിയ മരത്തിന്റെ കുറ്റ പോലെയെങ്കിലും ഞാൻ ആയില്ലല്ലോ റബ്ബേ എന്ന് വന്നോ? അങ്ങനെ ചിന്തിക്കാൻ നിന്റെ മനസ്സിൽ അങ്ങനെ വന്നോ? എന്നാൽ നമ്മളെ ഈ പരിപാടി വിജയിച്ചു. ഞാൻ ഇതുവരെ ആയില്ല. അങ്ങനെ എനിക്കുള്ള ജീവിതത്തിൽ എനിക്ക് അല്ലാഹുവിന്റെ റസൂലിനെ ഒന്ന് കാണണം. അതിന് ഞാൻ എന്തുവാണ് അതൊക്കെ ഞാൻ ചെയ്യും. എനിക്കൊരു സ്വപ്നത്തിൽ കാണണം, എനിക്കതിന് മുമ്പ് കാണണം. എന്റെ സംസാരങ്ങളും എന്റെ വേസ്റ്റായി കളയുന്ന സമയങ്ങളൊക്കെ അല്ലാഹുവിന്റെ ഹബീബിൽ എനിക്ക് ചെലവഴിക്കാൻ കഴിയണം. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉബയ്യേ വഇൻ ദിത്ത ഫവ ഖൈറുൽ ലക്, നീ സലാത്ത് കുറച്ച് കൂടുതൽ സലാത്തു സലാം എന്റെ മേൽ ചൊല്ലിയാൽ അത് നിനക്ക് ഖൈറാണ്. ഞാൻ ആരീസും സംഭവം ഒന്നും പറയുന്നില്ല, ഇവിടെ ആരും അറിയാം. അപ്പോ ഇബ്നു കഅബ് പറഞ്ഞു കുറച്ചും കൂടി കൂടുതൽ പറയാം. അപ്പൊ പറഞ്ഞു വഇൻ ദിത്ത ഫവ ഖൈറുൽ ലക, 3 പ്രാവശ്യം പറഞ്ഞു വഇൻ ദിത്ത ഫവ ഖൈറുൽ ലക. ആരാ പറയുന്നുള്ളൂ? ഹബീബായ റസൂലുള്ളാഹ്. എന്തിനാ ജാസ്തിയാക്കാൻ പറഞ്ഞത്? ഖുർആൻ ഓതലോ? ചില ശൈത്താന്മാർ അങ്ങനെ ചോദിക്കും, സ്വലാത്ത് ചൊല്ലുന്ന നല്ലത് ഖുർആൻ ഓതണോ? ഏത് ഖുർആനടാ ഈ ഓതണത്? നിന്നോട് ഇത് ഖുർആൻ എന്ന് ആര് പറഞ്ഞു? ആ പറഞ്ഞത് ഹബീബായ റസൂലുള്ളാഹിയാണ്. അല്ലാത്തൊരു ഖുർആൻ ഇവിടെ ഉണ്ടോ? ഖുർആനിൽ അല്ലാഹു തആല ഹബീബിനോടല്ലേ കുൽ 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 യാ അയ്യുൽ കാഫിറൂൻ കുൽ അഊദു ബിറബ്ബിൽ ഫലഖ് കുൽ, എങ്ങനെ കുൽ 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 അല്ലേ അല്ലാഹു പറയാ? തങ്ങൾ പറ അല്ലാഹു പറഞ്ഞു ഖാലല്ലാഹു എന്ന് പറഞ്ഞു. ഫിത്ന ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന ഫിത്നന്റെ ആളുകളുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും സൽബുദ്ധി കൊടുക്കട്ടെ. അല്ലാഹു എല്ലാവരെയും നന്നാക്കി കൊടുക്കട്ടെ. സുന്നത്ത് ജമാഅത്ത് എന്നറിയാതെ പുറത്തു പോയവർക്ക് അല്ലാഹുവിന് ഹിദായത്ത് കൊടുക്കുക. നമുക്ക് അവർ നഷ്ടത്തിൽപ്പെട്ട് നമുക്ക് സന്തോഷമില്ല, ബേജാറേയുള്ളൂ. നമ്മവരെ കളിയാക്കുകയില്ല, പരിഹസിക്കുകയില്ല, അതിന്റെ ആവശ്യം നമുക്കില്ല. ആ ബേജാറ് കൊണ്ട് നമ്മൾ പറയാം, എന്നിട്ട് മറ്റുള്ളവരെ കൂടി ഫിത്നയാക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ഖബറിൽ വെച്ച് അല്ലാഹുവിന്റെ ഹബീബിനെ പരിചയപ്പെടണം. മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതും പഠിപ്പിച്ചാണ്. വലിയ ആലിമായിട്ട് വലിയ കമീസും വലിയ തലയെക്കെട്ടും പച്ചസാളൊക്കെ ഇട്ടിട്ട് വന്ന തങ്ങളെ മാത്രം ബഹുമാനിച്ച പോര മൈലാരെ. തങ്ങളെന്ന് അറിഞ്ഞാൽ ബഹുമാനിച്ചോളൂ. ഞാനെല്ലാം ഓരോ ക്ലാസ്സിലുള്ളതാണ്. സഹദിയായിട്ട് പോയിട്ട് വന്നില്ലാണ്ട് അതൊന്നും അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഓരോരോ സമയത്ത് പഠിപ്പിച്ചിട്ട് ഓരോ നേരാക്കിയതാണ്. ഒരു കൊണ്ടയിട്ട് എന്നെ മനുഷ്യന്റെ രൂപത്തിലാക്കിയതാണ്. സൈദിയൊന്നും അങ്ങനെ തന്നെ. എന്നെ ബഹുമാനപ്പെട്ട അന്നത്തെ പ്രിൻസിപ്പാൾ പി എ ഉസ്താദ് അല്ലാഹു ദറജ കൊടുക്കട്ടെ, സി എം ഉസ്താദ് അല്ലാഹു ദറജ കൊടുക്കട്ടെ, ഓരൊക്കെ എന്നെ വാതിൽ വിളിച്ചോണ്ട് ഞങ്ങൾ കുറച്ച് പറഞ്ഞു. അതിന് ശേഷം ഹുസൈന് പറഞ്ഞാൽ മതി.
അത് അവർ കൊണ്ടുനടന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ മുമ്പിൽ ഇരിക്കുകയില്ല, എന്നൊക്കെ പ്രസംഗിക്കാനും കഴിയില്ല. ഞാൻ എന്താ കാട്ട് പറഞ്ഞ് കാണിച്ചിട്ട് പോകും. ഒരു പണി നോക്കണം, എന്നിട്ട് നിങ്ങൾ പോയിരിക്കല. നിങ്ങളെ ഇരുത്തുന്നത് ഞാനല്ല, ആ മഹത്തുക്കള്. കണ്ടാൽ തന്നെ നമ്മൾ ഞെട്ടിപ്പോവും. ആ മുഖം കണ്ടാൽ തന്നെ. ഹുസൈൻ ഇന്ന് രാത്രി വരണം, ഞാൻ പോകുന്നുണ്ട്. പേടിച്ചിട്ട് ഉരുകും. എന്നിട്ട് മൂപ്പര് വാല് തുടങ്ങിയിട്ട് ഒരു അരമണിക്കൂർ പറഞ്ഞിട്ട് പറയും, ഞാൻ സൈദിയിൽ പഠിക്കുന്ന ഒരു കുട്ടീനെ വിളിച്ചിട്ട് വന്നിട്ടുണ്ട് ഹുസൈൻ എന്ന് പറഞ്ഞിട്ട് ആ നന്നായിട്ട് വാല് പറഞ്ഞോളൂ. അങ്ങനെ സരസെല്ലാവരും നോക്കുന്നു. അപ്പൊ മൂപ്പർ അവിടെ ഞാൻ മനസ്സിലാക്കി മൂപ്പർ പോയാൽ നമ്മൾ തന്നെ ചെറുപ്പക്കാരല്ലേ, വിദ്യാർത്ഥികൾ താലിമായ കാലല്ലേ, അടിപൊളി ആക്കാന്നുള്ള വിഷയം. മൂപ്പർ പോകുന്നില്ല. അപ്പൊ ഞാൻ മെല്ലെ പറഞ്ഞു, ഓറ് അങ്ങനെ ഉസ്താദ് ഞാൻ വിളിക്കല്ല, ഓറെന്നാ പറയാം. ഓറ് പോയിക്കൊണ്ട് ഞാൻ പറയാം. അങ്ങനെ പറ്റൂല, ഞാൻ ഇരിക്കട്ടെ, നിന്റെ കുറച്ച് കേൾക്കട്ടെ, നീ എന്ത് പറയും ഞാൻ കുറച്ച് കേൾക്കട്ടെ, പിന്നെ ഞാൻ പോകും. യാ റഹ്മാൻ, പിന്നെ പറയണ എന്റെ അവസ്ഥ പറയും. അങ്ങനെ പറയും. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാണ് ഈ രാത്രിയുടെ വേദന എന്നെ ആദ്യം കൊണ്ടുപോയത് ഓർമ്മ. ചിലപ്പോ CM ഉസ്താദ് ചെമ്പരിക്ക് ഖാദിയായിരുന്നു, മംഗലാരം ഖാദിയായിരുന്നു, ഫാത്തായി അല്ലാഹു എല്ലാവരും ദർജ ഉയർത്തി കൊടുക്കട്ടെ. നമ്മളെ ഉസ്താദന്മാരല്ല, അവിടെ ഒന്നും നമുക്ക് പാർട്ടി അതൊന്നും നോക്കൂല. ഞാൻ മൂപ്പര സ്വന്തം CM ഉസ്താദിന്റെ നാടാണ് ചെമ്പരിക്ക ഖാദിയാണ്. മൂപ്പര നാട്ടിലെ SSFന്റെ പരിപാടിക്ക് ഞാൻ പോയി. SSFന്റെ പരിപാടിക്ക് കുട്ടികളെ എന്നെ കൊണ്ടുപോയിട്ട് ഞാൻ നേരെ എന്താക്കി മൂപ്പര പെർക്ക് പോയി. SSF നോക്കിയെടുത്ത് ബാക്കി ഇയാളിത് മറ്റേ സമസ്തന്റെ വൈസ് പ്രസിഡന്റിന്റെ അടുക്ക് ഇയാള് പോയി, നമ്മൾ ഇയാളെ കൊടുത്തിട്ട് കുടുങ്ങിയ പിടിച്ചോ ഒരു നോക്കിയെടുത്ത് ബാക്കി. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ആരാടെ ഞാൻ പോയി. ഞാൻ എന്നെ എന്നെ പഠിപ്പിച്ചോനെ കണ്ടേ. ഉറപ്പിച്ചോനെ കാണാണ്ട് പഠിപ്പിച്ചോനും ഉറപ്പിച്ചോനും. ഞാൻ പഠിപ്പിച്ച ആൾ ഒരു ഉറപ്പിച്ചോന്റെ സ്ഥാനം തന്നെയാണ്. റസാലിമാൻ പറഞ്ഞത് രണ്ട് ഉപ്പുണ്ട്. ഒരു ഉപ്പ നമ്മളെ ഭൂമിയിലേക്ക് ഇറക്കി വിട്ട ഉപ്പ. ആ ഉമ്മയും കൂടിയിട്ടാണല്ലോ നമ്മളെ ദുനിയാവിലേക്ക് അയച്ചത്. അതൊരു ഉപ്പ. മറ്റൊരു ഉപ്പയാണ് ഈ ഭൂമിയിൽ നിന്ന് അള്ളാഹുവിലേക്ക് നമ്മളെ കയറ്റുന്ന ഉപ്പ. അത് ഉസ്താദാണ്. ഫൈനൽ അസാതിദത്ത് ഖൈറു ആബാദാണ്. വിശദീകരിച്ചു. ശരിയായ ഉപ്പ ആകാശത്തിലേക്ക് നമ്മളെ ഉയർത്തുന്നറിഞ്ഞാൽ അള്ളാന്റെ സ്വർഗത്തിന്റെ ആളുകളാക്കി നമ്മളെ തീർത്തുന്ന ഉപ്പയാണ് ഉസ്താദ്. മറ്റേ ഉപ്പയോ ഉമ്മാന്റെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള വഴി ഉണ്ടാക്കിയ ഉപ്പ. ഉപ്പാനെ ചെറുതാക്കിയിട്ടുണ്ട്. നീ നാളെ കാണുമ്പോ ഇങ്ങനത്തെ പോലെ ഞങ്ങളെ ഉസ്താദ്, അയാൾ നമ്മളെ ഉപ്പ അണ്ട പോളാ. നീ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാ? അങ്ങനെ പറഞ്ഞാൽ നിന്റെ ആകാശ കൂട്ടി, അത് വേറെ വിഷയം. ഞാൻ പറഞ്ഞ അങ്ങനെ പോയി. ഞാൻ ചുരുക്കാം, സമയം കൊണ്ടുപോകുന്നു, കഴിയുന്നില്ല. അതാണ് പറയുമ്പോ ഇങ്ങനെ പറഞ്ഞു. പിന്നെ ആയിരിക്കും ഇതാക്കാം. ഇപ്പൊ യാത്രയുടെ ക്ഷീണം നല്ലോണം ഉണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ റസൂലിന്റെ മതം എന്ന് പറയുമ്പോ പിന്നെ ക്ഷീണം കാണുന്നില്ലോ. ക്ഷീണം കാണിക്കാൻ പാട്ടില്ലല്ലോ. അപ്പോ വെക്കുന്നുണ്ടോ? നേരെ പോയി SSF കൂടി പഠിക്കട്ടെ. അങ്ങനെയല്ല ചിലപ്പോ ആക്കും. അപ്പൊ ചില ആള് പറഞ്ഞു, ഡബിൾ ഗെയിം കളിക്കുന്നുണ്ട്. ഡബിൾ ഗെയിം അപ്പുറത്തുണ്ട് ഇപ്പുറത്തുണ്ട്. ഡബിൾ ഗെയിം ആക്കും. നീ വേണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. നീ വേണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഞാൻ ഡബിൾ ഗെയിം എല്ലാം ആക്കും. എന്റെ ആഹ്റം രക്ഷപ്പെടാൻ, തിന്നാ വീട്ടാൻ വേണ്ടിയല്ല. അതിപ്പോ കർണാടക 35 കൊല്ലത്തുള്ളിൽ ഒരു മുതലാളിന്റെ അടുത്ത് പോയിട്ട് 10 റുപ്യന്റെ പൈസ കടം ചോദിച്ചിട്ടില്ല. ഒരാളെ വർക്ക് പോയിട്ട് കഞ്ഞി കുടിച്ചിട്ടില്ല. പിന്നെ മാണി ഉസ്താദ് പലപ്പോഴും ഞാനങ്ങനെ പറയുമ്പോൾ അതിന് ഭയങ്കര ചോദിച്ചിട്ട് നിൽക്കുന്നത് സാർ അത്ര സ്നേഹമാണ്. മക്കളെ പോലെ ഉസ്താദ് കാണും. അല്ലാഹുവരെയും നമ്മളെല്ലാം ദീനിന്റെ യഥാർത്ഥ ഖാദിമികൾ പെടുത്തി അവരെ പൊരുത്തത്തിൽ അല്ലാഹു ആക്കി തരട്ടെ. ഞാൻ നേരെ പോയി. അപ്പൊ CM ഉസ്താദിനും മംഗലാരം ഉസ്താദിന് നല്ല ആഫിയത്തുള്ള സമയം. എന്നെ കാണുമ്പോൾ എന്നെ ചിരിച്ചിട്ട് പറഞ്ഞു, നമ്മളെ ഹുസൈൻ വന്നല്ലോ. ഹുസൈൻ വന്നു. ഹുസൈന് പണ്ടും SSF, ഇപ്പോഴും SSF. ഈ പറഞ്ഞ വാക്കതാണ്. ഞാൻ അന്ന് സൈദിയിൽ പഠിക്കുമ്പോൾ SSFന്റെ പരിപാടികളെല്ലാം പോകും. മദ്രസ ദർസ് പഠിക്കുമ്പോൾ തുടങ്ങി. SSF കേരളത്തിൽ ഉണ്ടാക്കിയത് ആ സമയത്ത് തുടങ്ങി. ഞാൻ 50 കൊല്ലമായി തുടങ്ങി. എന്റെ അത്ര നിങ്ങൾ ആരും SSFന് വയസ്സില്ല. ഇവിടുത്തെ ഒരു സംഘടന ആൾക്കും വയസ്സില്ല. സംഘടനയിൽ വയസ്സുള്ള ആൾ അള്ളാഹുകൊണ്ട് കർണാടകത്തിൽ ഞാൻ അങ്ങനെ ഉസ്താദിന്റെ അടുത്ത് വർക്ക് ചെയ്യുന്നത്. നാബിയെ കൈവച്ച് മുത്തി തലയിൽ തടയി. അപ്പൊ ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ എന്നോട്, നീ ഇനിയിപ്പോ SKSSF ആണെന്ന് പറഞ്ഞ എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ തുറന്നു പറയാം, ഹുസൈൻ അന്നും SSF,
ഇന്നും SSF ഹുസൈനി ഇനിയും SSF തന്നെ. അത് ഉസ്താദിന് അറിയും, ഉസ്താദ് പഠിപ്പിച്ച് തന്നെയാണ്. പിന്നെ അവർ വേറൊരു സംഘടന പിന്നീട് അവരുണ്ടാക്കി, പ്രശ്നമില്ല. അതുണ്ടാക്കാലോ നമ്മളിത് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ, വേറെ ഒന്നും ഉണ്ടാകാൻ പാടില്ല പറയണം. അതെന്ത് ബുദ്ധി? കുബുദ്ധിയല്ലേ? അനിയന് മൂത്തനൊക്കെ തന്നെ നല്ല ഒരു പുരയിലുണ്ടായി, നല്ല പങ്കൽ. പിന്നെ കുറച്ച് മൂത്തും പറഞ്ഞ് ഞാൻ ഒരു പുര കെട്ടുന്നു. അല്ല ഞമ്മൊക്കെ തന്നെ ഉണ്ടായി, ഒക്കെ തന്നെ ഉണ്ടായി. ശരി, ഞാൻ പുര കെട്ടുന്നു. അങ്ങനെ ആയിക്കോട്ടെ, ഞാനും കൂടെ കെട്ട് 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 നിന്റെ പുരക്ക് ഞാൻ കൂടിയോ, ഞാനും എന്റെ പുരക്ക്. ചിലപ്പോൾ ഞാനും മരിച്ചിട്ട് പോയെങ്കിൽ ചിലപ്പോൾ നീ ഉണ്ടാകുമ്പോൾ നോക്കി നാളെ ഞാൻ മരിച്ചെങ്കിൽ എൻ്റെ കടാക്കളും മറ്റും നിന്റെ പേരിൽ പറ്റിയില്ലെങ്കിൽ ഓരടക്ക് പോകും. അതുകൊണ്ട് ഞാൻ പോയിട്ട് കൂടി. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഞാനും എൻ്റെ ജ്യേഷ്ഠനും അഞ്ചനും 3 നാൾ ഒന്നിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാവരും പേരാക്കി. ജ്യേഷ്ഠനോട് പറയുമ്പോൾ നീ ഇവിടുന്ന് പോയെങ്കിൽ നീ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ഞാൻ പോന്ന കിടന്ന് തിന്നെ ഒന്ന് പോയി പുരയിട്ട് തരും. അങ്ങനെ പോയി. പിന്നെ കുറച്ച് കഴിയുമ്പോൾ എൻ്റെ അഞ്ചൻ എൻ്റെ കൂടെ വന്നു. ജ്യേഷ്ഠന് ആ പുര കൊടുത്തു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ജ്യേഷ്ഠന് അഞ്ചനിക്ക് നമുക്ക് 3 പേർ നല്ല റായത്തായി. അങ്ങനെ അതിൽ നമുക്ക് എന്താ, അതിൽ നമുക്കൊന്നുമില്ല. എല്ലാവരും നല്ലത് പ്രവർത്തിക്കട്ടെ, സുന്നത്യമായത് പ്രവർത്തിക്കട്ടെ, സുന്നത്യമായത് പറയട്ടെ. തമ്മിൽ വൈരാഗ്യം തീർക്കാനും ശത്രു തീർക്കാനും മാന്താനും കടിക്കാനും ചവിട്ടാനും അതിന് പോകണ്ട. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. എല്ലാ സംഘടനയും അള്ളാഹു നന്നാക്കട്ടെ. നല്ല ബുദ്ധി എല്ലാവർക്കും കൊടുക്കട്ടെ. എന്തെങ്കിലും ഖൈർ അവർ ചെയ്യട്ടെ. SSF 2 പെൺകുട്ടികൾ വായിച്ച് കല്യാണം കൊടുക്കുന്നു. SKSF 2 കെട്ടട്ടെ, കെട്ടിക്കടിച്ചു കൊടുക്കട്ടെ. SKSF 3 കല്യാണം കെട്ടി കൊടുക്കുന്ന പാവങ്ങളെ SSF 4 കെട്ടി കൊടുക്കും. അത് നമ്മ തന്നെ കഴിക്കുന്നു. അത് വിരാന്തില്ല, ആ വിരാന്തി നടക്കില്ല. അങ്ങനത്തെ വിരാന്തി നടക്കില്ല. എന്ത് മനസ്സിലാവുന്നുണ്ടോ? ഡബിൾ ഗെയിമാ? ഞാൻ ചോദിക്കല്ലോ. SSF എൻ്റെ പരിപാടികളിൽ എടുത്ത് വിളിക്കും. ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ SSF ഒന്നും അല്ല മക്കളെ, SPS കൂടിയല്ല. ഈ തൊണ്ടനെ വേഷന അത് വേണ്ട, നിങ്ങൾ തന്നെ ആവും, ഞങ്ങൾക്ക് വേഷനാവും. അള്ളാഹു നമ്മളെയും അവരുടെ മക്കളൊക്കെ നന്നാക്കി തരട്ടെ. അങ്ങനെ ഉസ്താദ് കുടിക്കാൻ തന്നു. ഇറങ്ങുമ്പോൾ എന്നോട് പറഞ്ഞു, ഹുസൈനെ SSF ആവണം. പിന്നെ അവരോട് പറയണോ നീ SSF ആലിമികൾ ആരും ചീത്ത പറയണ്ട എന്ന് പറയണോ? അങ്ങനെ പറഞ്ഞു. ഒരു വസീയത്ത് ഉസ്താദ്, ആലിമികൾ ആരെയും പാർട്ടി പൈസാക്കിയിട്ട് സമസ്തന്റെ 2 ഗ്രൂപ്പാക്കിയിട്ട് പൈസാക്കിയിട്ട് ആലിമികളെ ചീത്ത പറയണ്ട, തങ്ങന്മാരെ ചീത്ത പറയണ്ട ഹുസൈന് പ്രസംഗം. ഞാൻ അതെന്നെ പറയലുണ്ട്, ഞാൻ അതിലെടുത്തും പറയലുണ്ട്, ഞാൻ അങ്ങനെ പറയുന്നു. അല്ലാഹു അവരെയും നമ്മളെല്ലാം എല്ലാ ഉലമായിനെയും സുന്നത്ത് ജമാഅത്തിന്റെ വഴിയിൽ പ്രവർത്തിച്ച് ആ ഈമാൻ കെട്ടി മരിച്ചുപോയ മുഴുവൻ ഉലമായിനെയും അല്ലാഹു നമ്മളെയും അവരെയും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ഞാൻ അവസാനിപ്പിച്ചു. ഞാൻ എന്താന്ന് പറഞ്ഞ അവസാനം എന്താ പറഞ്ഞ? അതങ്ങളാരും എൻ്റെ കൂടെ ഇല്ല. ഇത്ര കഷ്ടപ്പെട്ട് ഞാൻ വന്നു നോക്കുമ്പോൾ ഒറ്റ മനുഷ്യൻ എൻ്റെ കൂടെ ഇല്ല. എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞിട്ട് പൂർത്തിയാക്കാൻ ബാക്കിയുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറിൽ വെച്ച് എന്ത് കിട്ടണം? പരിചയം കിട്ടണം, ഗുരുത്തം കിട്ടണം. ഇവിടെ നിന്ന് ഗുരുത്താന്നാ പരിചയം. നമുക്ക് നമ്മളെ ഭാഷ തന്നെ പറഞ്ഞോളി, നല്ല ഭാഷയല്ലേ നമ്മളത്. നമ്മൾ ആരാധ കടമങ്ങനെ ഗുരുത്തം കിട്ടണം. നമുക്ക് ഗുരുത്തം കിട്ടണം. ആളെ കണ്ടാൽ ഹബീബായ റസൂലുള്ളാഹിന്റെ ഗുരുത്തം കിട്ടണം, പരിചയപ്പെടണം, അറിയണം. അല്ലാഹു ആ നിലക്ക് നമ്മളെ നന്നാക്കി തരട്ടെ. ആ നിനക്ക് നന്നാക്കി തരട്ടെ. മറ്റൊരുത്തനുണ്ട് ഖബറിൽ, അവന്റെ ഖബറിലേക്കും മലക്കുകൾ റസൂലുള്ളാഹിനെ കൊണ്ടുവരുന്നു. ഞാൻ നിർത്തി. ഹബീബായ റസൂലുള്ളാഹിനെ കൊണ്ടുവരുന്നു. വന്നിട്ട് ചോദിക്കുന്നു, മാ തഖൂലു ഫീ ഹാദർ റജുലി, ഇദ്ദേഹത്തെ പറ്റി നിനക്ക് പരിചയമുണ്ടോ, ഗുരുത്തമുണ്ടോ, അറിയോ? നീ എന്താണ് ഇയാളെ പറ്റി പറയുന്നത്? സുബ്ഹാനല്ലാഹ്, നഊദു ബില്ലാഹ്. അല്ലാഹ് നമ്മളെ കാക്കട്ടെ. ആ മനുഷ്യൻ പറയുന്ന മറുപടി എന്താണ്? ഫയഖൂലു, അവൻ പറയും, ലാ അദ്രി, ലാ അദ്രി, എനിക്കറിയില്ല, എനിക്ക് ഗുരുത്തമില്ല, എനിക്ക് പരിചയമില്ല.
അഖൂലു കമാ യഖൂലുൻ നാസ്. ജനങ്ങളൊക്കെ പറയും പോലെ ഞാനും പറഞ്ഞുകൊണ്ടായിരുന്നു. ജനങ്ങളൊക്കെ മുഹമ്മദുർ റസൂലുള്ളാഹി പറഞ്ഞിരുന്നു, ഞാനും മുഹമ്മദുർ റസൂലുള്ളാഹി പറഞ്ഞിരുന്നു. പക്ഷേ ഗുരുത്വമില്ല, പരിചയമില്ല, ഖൽബിൽ കൊണ്ട് നടന്നിട്ടില്ല, അറിയില്ല. അല്ലാഹു ഈ മറുപടി പറയുന്ന കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ സന്താന പരമ്പരയെ നമ്മളോട് ദ്വാരക്കാൻ വസിയത്ത് പറഞ്ഞവരെ അല്ലാഹു ആകാതിരിക്കട്ടെ. ആ മറുപടി പറയലോട് കൂടി അല്ലാഹുവിന്റെ മലക്ക് പറയും, എടോ നിനക്ക് പരിചയം ഉണ്ടാവൂല, ഗുരുത്വം ഉണ്ടാവൂല എന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞു വലിയ ഇരുമ്പിന്റെ ദണ്ട് കൊണ്ട് തീരാനുള്ള ദണ്ട് കൊണ്ട് അടിച്ചും മണ്ണിന്റെ അടിയിലേക്ക് താഴ്ത്തുന്നു. പിന്നെ എപ്പോഴും അടി തന്നെ. അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണം റഹ്മാനെ, കാക്കണം റഹ്മാനെ. നിന്റെ ഹബീബിനെ കണ്ടപ്പോൾ തന്നെ ഗുരുത്വം കിട്ടി, പരിചയം കിട്ടി. അല്ലാ മുഹമ്മദുർ റസൂലുള്ളാഹി വ സയ്യിദുനാ വ ഹബീബുനാ എന്ന് പറയുന്ന കക്ഷികളിൽ ഞങ്ങളെ നീ പെടുത്തണം അല്ലാ. അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യണം അതൊക്കെ ഈ ദുനിയാവിൽ ഞങ്ങൾക്ക് നീ തന്ന ആയുസ് അതിനു വേണ്ടി ചെലവഴിക്കാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാ. ഞങ്ങളെ ഈ മജ്ലിസ് അതിനൊരു കാരണമാക്കണേ അല്ലാ. ഞങ്ങളെ സംഘടനാ പ്രവർത്തനം അതിനുള്ള കാരണമാക്കണേ അല്ലാ. ആ സ്വർഗത്തിൽ മണിയറയിൽ പുതുമാരൻ കിടക്കുന്നത് പോലെ ഖിയാമത്ത് നാൾ വരെ സ്വർഗത്തോപ്പാക്കി കിട്ടുന്ന ഖബർ, ആ സ്വർഗത്തിലേക്ക് എപ്പോഴും അതാ ആ ഖബറിലേക്ക് എപ്പോഴും അതാ സ്വർഗത്തിന്റെ മണം അടിച്ചുകൊണ്ടിരിക്കുന്ന, ആ സ്വർഗത്തിന്റെ ഭക്ഷണം വന്നുകൊണ്ടിരിക്കുന്നു, സ്വർഗത്തിന്റെ നല്ല നല്ല ഫ്രൂട്ട്സുകൾ വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെയുണ്ടോ ഖബറിൽ അവനിക്ക് പ്രയാസം? അതാ സ്വർഗത്തിന്റെ വസ്ത്രങ്ങളെ കൊണ്ടവൻ അണിയിക്കുന്നു. ഉമ്മമാരെ, ചെറുപ്പക്കാരെ, ഇങ്ങനൊരു ഖബർ നിനക്ക് വേണോ? ഇങ്ങനെ ഒരു പാരത്രിക ലോകം നിനക്ക് വേണോ? ഈ ദുനിയാവെന്ന് തന്നെ ഈ PH നഗറിൽ തന്നെ നീ അത് ഉണ്ടാക്കി പോകണം കേട്ടോ. ഞാൻ അവസാനിപ്പിക്കട്ടെ. അത് മരിച്ചതിന് ശേഷം ഉണ്ടാക്കുന്ന വിഷയമല്ല, അതിനുള്ള ഒരുക്കങ്ങൾ നടത്തണം. അതെന്താണ്? ഹബീബായ റസൂലുള്ളാഹിനെ അറിയാൻ, മുത്തുനബിനെ ഗുരുത്വം കിട്ടാൻ എന്ത് വേണം? ആ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. റസൂലുള്ളാഹിനെ പറ്റി പഠിക്കാനും റസൂലുള്ളാഹിന്റെ മഹത്വങ്ങൾ പറയാനും പാടിപ്പുകഴ്ത്താനും അത് മുത്തുനബിയുള്ള മഹബത്തിന്റെ ഭാഗമാക്കാനും അല്ലാഹു നമുക്ക് നമ്മളെ മക്കൾക്കും സംഘാടകർക്കും തൗഫീഖ് നൽകട്ടെ. ഹബീബിന് ഇഷ്ടമില്ലാത്തതിനെ തൊട്ട് അല്ലാഹു നമ്മളെ മുഴുവനും വഴിവാക്കി തരട്ടെ. റബ്ബിന്റെ പൊരുത്തം ഹബീബിന്റെ പൊരുത്തത്തിലാണ്. ഹബീബ് പൊരുത്തപ്പെടുന്നോ റബ്ബ് പൊരുത്തപ്പെടും. ഹബീബ് പൊരുത്തപ്പെട്ടിട്ടില്ലേ റബ്ബ് പൊരുത്തപ്പെടില്ല. വിശുദ്ധ ഖുർആൻ അങ്ങനെയാണ് പഠിപ്പിച്ചത്, തിരുസുന്നത്ത് അങ്ങനെയാണ് പഠിപ്പിച്ചത്. അല്ലാഹുവേ ഞങ്ങളെ മുഴുവനും നീ നന്നാക്കണം റഹ്മാനേ. ഞാൻ വാക്കുകൾ നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങളെ ഇവിടെ ഉസ്താദുമാരുണ്ട്, തങ്ങളുണ്ട്, മറ്റു ഉസ്താദുമാരുണ്ട്. അവർക്ക് നിങ്ങൾക്ക് കുറച്ച് സമയം കൂടി ഇരുന്ന് കേൾക്കാം. ഒരു 10:30 മണി വരെ കേട്ടോളി. നിങ്ങൾ പോകണം പറഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ സംസാരം നിർത്തി. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ദ്വാരക്കണം വസിയത്ത് ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വേണ്ടി അല്ല കൊണ്ടുപോയിക്കോളി. ബക്കറ്റ് പെണ്ണുങ്ങൾ വാങ്ങുന്ന കൊണ്ടുപോയിക്കോളി. ഇൻഷാ അല്ലാഹ് ഞാൻ 9:30 പറയുമ്പോൾ നിങ്ങൾ കൊണ്ടുപോകണ്ടേ പെണ്ണെ? ഇതെന്തോ ആ മദഹിന്റെ ബർക്കത്ത് കൊണ്ട് ഇത്ര പറഞ്ഞു വേദ. ഇപ്പൊ 10 മണിക്ക് 5 മിനിറ്റ് ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാ ഉമ്മമാരും നല്ല സദഖ കൊടുത്തോളി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെച്ച് അവിടുത്തെ ആളുകളായി മാറാൻ, ആ മുത്തുനബി തങ്ങളെ ഖബറിൽ വെച്ച് പരിചയപ്പെടാൻ എല്ലാ ഉമ്മമാരും സ്വലാത്ത് വർദ്ധിപ്പിക്കണം. റസൂലുള്ളാഹിന്റെ മദ്ഹുകൾ പാടണം, കേൾക്കണം. പാടാൻ അറിയുന്നെങ്കിൽ അറിയുന്ന മക്കളെ കൊണ്ട് പാടിപ്പിച്ച് കേൾക്കണം, സ്വലാത്ത് ചൊല്ലണം. ഇങ്ങനെ റസൂലുള്ളാഹിന്റെ ആളുകളായി നമ്മൾ മാറണമെന്ന് നിങ്ങളുടെ വസിയത്ത് ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്ന് എണീറ്റ് നിന്നുകൊണ്ട് ഒരു സ്വലാത്ത് മദീനയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ദ്വാരക്കാണ്.
എല്ലാവരും ഇങ്ങോട്ട് വരും, അടുത്തിട്ട് വരും. നിങ്ങളെന്താ ഒരു പരിചയമില്ലാത്ത പോലെ ഈ നാട്ടിലേക്ക് ആദ്യം വരുന്ന അങ്ങനെ പരിചയമില്ലാത്തത്. ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. ഇങ്ങ് വരും പറയാം. എല്ലാവരും ഇങ്ങോട്ട് വരും, അടുത്ത് വരും. മാഷാ അല്ലാഹ്. കുറച്ചാളും നമുക്ക് നല്ലത്, കുറച്ചാൾ നേരെ ഇരുന്നിട്ട് കേൾക്കുന്നു, കുറേ ആളുണ്ടെങ്കിൽ കേൾക്കുന്നില്ല, പറയും പാഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ പിന്നെ ചെറിയ മനുഷ്യനാണ്, ചെറിയ മനുഷ്യർക്ക് കുറച്ചാളും മതി. പിന്നെ ബട ആള് വരുമ്പോൾ ബട ആളും വേണം, അത് പറയാണ്. ഞാൻ നിങ്ങളിൽപ്പെട്ട ഒരു ചെറിയ മനുഷ്യനാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇങ്ങോട്ട് വരും. നമ്മൾ കുർത്തം പോണം, എന്റെ കുർത്തം നിങ്ങളെ കുർത്തം പോണം. നമുക്ക് ദുനിയാവിൽ വേണം, ആഖിറത്തിലും വേണം. ആഖിറത്തിൽ ഞാൻ എന്തെങ്കിലും കഷ്ടപ്പെടുന്ന കണ്ടാൽ നിങ്ങൾ എന്നെ പറ്റി പറയണം, ഇയാൾ ഞങ്ങളെ ആളാണ്, ഞങ്ങളെ നാട്ടിൽ വന്നിട്ട് റസൂലുള്ളാഹിനെ പരിചയപ്പെടുത്തി ഞങ്ങളൊക്കെ റസൂലുള്ളാഹിന്റെ ആളുകളാക്കാൻ വേണ്ടി മെനക്കെട്ട ആളാണ്. പഠിച്ചോനെ ഇയാളെന്തോ ആക്കിയിട്ടുണ്ടാ, നരകത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാ എന്ന് നിങ്ങൾ ഇടപെടണം. അതാണ് സ്നേഹം. അതുപോലെ നിങ്ങളും വല്ല കൊടുക്കലും പെട്ടി അള്ളാന്റെ മലക്കുകൾ നിങ്ങളെ ചങ്ങനയിടുമ്പോ പാവപ്പെട്ട ഞാനും പറയണം, റബ്ബേ നീ എന്നെ മാത്രം രക്ഷപ്പെടുത്തിയാ പോരാ, അവരെന്റെ ആളുകളാണ്, ആ നസീഹത്ത് ഇരുന്ന് കേട്ട് പഠിച്ചവരാണ്. മനുഷ്യ സഹജമായി എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടാകും, നീ പുറത്തു കൊടുക്കണം അല്ലാ എന്ന് ഞാനും പറയണം. അങ്ങനെയാണ് നമ്മുടെ സ്നേഹം. ഈ തങ്ങളും പറയണം, ഈ ഉസ്താദുമാരും പറയണം, നിങ്ങളൊക്കെ പറയണം. അല്ലാഹു ആ നിലക്കുള്ള സ്നേഹബന്ധമാക്കി തരട്ടെ. ഒരു സ്വലാത്ത് സലാം എല്ലാവരും പറയാ. നബി അലൈക്കും യാ ഹബീബ് സ്വലവാത്ത് يا حبيبي يا محمد يا عروس الخافقين يا مؤيد يا ممجد يا إمام القبلتين يا نبي يا رسول عليكم يا حبيب صلوات الله أرحم الراحمين يا الله ഞങ്ങളെ മജ്‌ലിസ് നീ ഖബൂലാക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ റബ്ബേ. പാവങ്ങളാണ് അല്ലാഹ്, ദോഷമുള്ളവരാണ് അല്ലാഹ്, കുറ്റങ്ങളുള്ളവരാണ് അല്ലാഹ്. എന്നാലും നിന്റെ ഹബീബിന്റെ ഒരു മജ്‌ലിസ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഓടി വന്നിട്ടുണ്ടല്ലോ റബ്ബേ. അത് വരണമെങ്കിൽ നിന്റെ ഹബീബിനോട് സ്നേഹമുള്ളത് കൊണ്ടല്ലേ റബ്ബേ. അതുകൊണ്ട് ഞങ്ങളെ നീ സ്വീകരിക്കണം അല്ലാഹ്. ഞങ്ങളെ നീ ആട്ടി ഓടിച്ചിട്ടുണ്ടോ അല്ലാഹ്, ഞങ്ങളെ നീ കൈയൊഴിച്ചേക്കണ്ട റബ്ബേ. ഞങ്ങളെ നീ ഏറ്റെടുക്കണം റബ്ബേ. നിന്റെ ഹബീബിന്റെ മഹബത്ത് ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. അത് കാരണമായി ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും പാരമ്പര്യത്തെയും സുന്നത്ത് ജമാഅത്തിൽ അടിയുറപ്പിച്ച് നിർത്തണേ അല്ലാഹ്. എല്ലാ ഹലാലായ മുറാദുകൾ, ആണ് പെണ്ണ് ചെറുത് വലുത്, എല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ലാഹ്. രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. മാരകമായ ക്യാൻസറും ട്യൂമറും കിഡ്നി അപകടങ്ങളും ഹാർട്ട് അറ്റാക്കുകളും വാഹന അപകടങ്ങളും ഞങ്ങൾക്ക് വിധിക്കല്ല റബ്ബേ. അത്തരം അപകടം രോഗത്തൊന്നും അപകടത്തിന് രക്ഷപ്പെടുത്തണേ റഹ്മാനെ. പെട്ടെന്നുള്ള മരണത്തിന് നീ വിധേയരാക്കല്ലേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കളും സാറുമാറും മശായിഖന്മാരും മുഹിബ്ബീങ്ങളും സുന്നത്ത് ജമാഅത്തിന്റെ സകല പ്രവർത്തകർക്കും നീട്ടിത്തരണേ റഹ്മാനെ. അല്ലാഹ് ഹലാലായ മുതൽ നൽകണേ അല്ലാഹ്. ഹറാമിന്റെ ഒരു ഫിൽസ് ഞങ്ങളെ പള്ളിയിൽ എത്തിക്കല്ലേ അല്ലാഹ്. ഹലാല് കൊണ്ട് മതിയാക്കണേ റബ്ബേ. അക്കടപാടുകൾ തീർത്തു തരണേ അല്ലാഹ്. കടങ്ങളെ കുറിച്ച് സലാമത്താക്കി തരണേ അല്ലാഹ്. പെൺമക്കളെ കല്യാണം നടത്തി തരണേ റബ്ബേ. വീടില്ലാത്തൊരു ഖൈറായ വീട് നീ അനുഗ്രഹിക്കണം റഹ്മാനെ. തടസ്സങ്ങൾ നീക്കണേ അല്ലാഹ്. മഈശത്തിന്റെ ജീവിതത്തിന്റെ മാർഗങ്ങളൊക്കെ സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്. നാട്ടിലും ഗൾഫിലുള്ളവർ എല്ലാ കാര്യങ്ങളും നീ ഫത്ഹാക്കി കൊടുക്കണേ അല്ലാഹ്. റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്. കല്യാണം കഴിക്കാനുള്ള കുട്ടികൾക്ക് ഖൈറായ അണകളെ കൊടുക്കണേ റബ്ബേ. കല്യാണം കഴിച്ച് മക്കളില്ലാത്തവർക്ക് സ്വാലിഹായ മക്കളെ നൽകണേ അല്ലാഹ്. തടസ്സങ്ങൾ നീക്കണേ റബ്ബേ. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും റബ്ബായ നിന്റെ പൊരുത്തത്തിലാക്കി തരണേ റബ്ബേ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത്
മഹബ്ബത്ത് വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. മഖ്ബൂലായ മബ്രൂറായ ഹജ്ജും ഉംറയും സിയാറത്തും എല്ലാം ഞങ്ങൾക്ക് നീ തരണേ റബ്ബേ. ഭാവിയിൽ ഞങ്ങൾക്ക് നീ തരണേ അല്ലാഹ്. നിന്റെ മദീന, നിന്റെ ഹബീബിന്റെ മദീനം കാണാതെ, മുത്തുനബിനെ കാണാതെ, വിശുദ്ധ കഅബ കാണാതെ ഞങ്ങൾ ആരെയും നീ മരിപ്പിക്കല്ലേ അല്ലാഹ്, മരിപ്പിക്കല്ലേ അല്ലാഹ്. അവസാനം ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി, ഞങ്ങളെ ഈമാൻ സലാമത്താക്കി. ഒരു നല്ല ദിവസത്തിൽ, ഒരു നല്ല സമയത്ത്, ഒരു നല്ല അവസ്ഥയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ചൊല്ലി നിന്റെ ഹബീബിന്റെ മുൻ കണ്ടുകൊണ്ട് സന്തോഷത്തോടെ മരിക്കാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ, ഭാഗ്യം നൽകണേ റഹ്മാനെ. ഈമാൻ സലാമത്താക്കണേ അല്ലാഹ്. ഞങ്ങളിന്ന് മരണപ്പെട്ടു എല്ലാവരുടെയും ഖബറുകൾ നീ സ്വർഗ്ഗത്തോപ്പാക്കണേ റബ്ബേ. അവരീ ഞങ്ങളെയെല്ലാം ജന്നാത്തുൻ നഈമിൽ മഹാനായ താജുൽ ഉലമ നൂറുൽ ഉലമ അടക്കമുള്ള മശായിഖന്മാരോടുകൂടി നിന്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങളോടുകൂടി ഞങ്ങളെ നീ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ലാഹ്. എല്ലാ മുഅ്മിനീങ്ങളെ തമ്മിൽ ഇത്തിഫാഖിലും യോജിപ്പിലും സ്നേഹത്തിലും ആക്കണേ അല്ലാഹ്. ആരാന്റെ ഗീബത്ത് പറയുന്ന, ഫിത്ന പറയുന്ന, ഫസാദ് പറയുന്ന, ആരെങ്കിലും നൊമ്പലിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന സംസാരങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ റബ്ബേ, കാക്കണേ റബ്ബേ. ഞങ്ങൾ ചെയ്ത അമലുകൾ മുഴുവൻ ഗീബത്ത് പറഞ്ഞതിന്റെ പേരിൽ അവർക്ക് നാളെ ആഖിറത്തിൽ ഓതി വെച്ച് കൊടുക്കേണ്ട ഗതികേട് തരല്ലേ അല്ലാഹ്. ഞങ്ങളെ നീ സലാമത്താക്കി തരണേ അല്ലാഹ്. ഈ മജ്ലിസ് നീ പൊരുത്തപ്പെട്ടണേ അല്ലാഹ്. ഈ മജ്ലിസ് നീ ഖബൂൽ ചെയ്യണേ റബ്ബേ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നിങ്ങൾ സദഖ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മദഹിന്റെ സദസ്സല്ല, എല്ലാവർക്കും വഴിയിലുള്ള സദഖ ഇൻഷാ അല്ലാഹ് 5 മിനിറ്റ് കൊണ്ട് തന്നേക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم.